ഹലോ SLC മക്കളെ, വെൽക്കം ടു യുവർ SSLC IT 2026 നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുള്ള ക്ലാസ് ആണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഡിസൈൻ ഫാക്ടറി എന്നുള്ള ചാപ്റ്ററിൻ്റെ നമ്മൾ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളൊരു സ്പീഡ് ലിമിറ്റിന് ചെയ്യും, ഒരു ട്രാഫിക് ലൈറ്റിൻ്റെ ചെയ്യും, പിന്നെ 3D ബോർഡ് ആൻഡ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്ന ഈ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻ വന്നോട്ടെ, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരാം, ചിലപ്പോൾ വേറെ ഇതിൻ്റെ വെറൈറ്റി ഉള്ള ക്വസ്റ്റ്യൻ വരെ എന്ത് നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് എക്സാമിനർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് IT എല്ലാ സബ്ജക്ട്സും ക്ലാസ് ഉണ്ടാവും, പ്രത്യേകിച്ച് ഇപ്പോൾ IT മിഡ് ടേമിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ IT പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റൻ ആണ് ഇങ്ക്സ്കേപ്പ് എന്ന് വന്നതെന്ന് പറയാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഡിസൈൻ ഫാക്ടറി എന്നാണ് പേര്, ഇങ്ക്സ്കേപ്പ് എന്നാണ്. അപ്പം നമ്മൾ ഈ ക്ലാസ് കണ്ടാൽ നിങ്ങൾ ഇതിൻ്റെ പ്രാക്ടിക്കലും പഠിക്കും, അതേപോലെ തിയറീന് കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരുന്നിരിക്കും. അപ്പോൾ നല്ല കാര്യമായിരിക്കും അത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയും പഠിക്കണം, ഇനിയും കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററെ പറ്റി അറിയണം, സാർ നാളെ എക്സാമിന് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? ഇത്രേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷത്തെ 11 മാസം മുമ്പ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ. ഓക്കെ, ഇതെന്താണ് കഴിഞ്ഞ വർഷത്തെ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒരു സ്ഫിയർ ഉണ്ടാക്കണം 3D, അതിന് മേലെ ഈ ഫോട്ടോ കൊണ്ട് ഇടണം, പിന്നെ എന്താ ഈ ഗ്രേഡിന് ഉണ്ടാക്കണം, ഈ സാധനം ഉണ്ടാക്കണം. ഇതിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഈ QR കോഡ് സ്കാൻ ചെയ്തോളൂ. ഓക്കെ, ആ സംഭവങ്ങൾ കിട്ടും. ഇനി അതിൻ്റെ മുൻപത്തെ വർഷത്തിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഇത്. ഓക്കെ, ലോക്ക് ഉണ്ടാക്കുക, ഫ്രെയിം ഉണ്ടാക്കുക, വാട്ടർ മെലൻ, ഈ സംഭവങ്ങളൊക്കെ. ഇതിലൊക്കെ ഓരോ ടൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ QR കോഡിൽ പോയാൽ മതി. ഓക്കെ, ഇനി അതിൻ്റെ മുൻപും വേണമെങ്കിലുള്ള സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇതൊക്കെ ഈ ചാനലുണ്ട്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ലക്ഷങ്ങൾ കുട്ടികൾ കണ്ടിട്ടുള്ള ക്ലാസ്സാണ് മക്കളെ. ഞാൻ ഗ്യാരണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, ഏറ്റവും നല്ല ക്ലാസ് ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് തുടങ്ങാം. പിന്നെ മക്കളെ, നിങ്ങൾക്ക് എക്സാമിനറുടെ ബാച്ചസിലൊക്കെ ജോയിൻ ചെയ്ത് SLC അടിപൊളിയായി പഠിക്കണം. നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ദിവാലി ആയിട്ട് ഒരു ഓഫർ ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ക്സ്കേപ്പിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. ഇയാളാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഇയാളെ ചെയ്യും, പിന്നെ ഇയാളെ ചെയ്യുന്നത്, പിന്നെ ലാസ്റ്റ് നമ്മുടെ 3Dൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഈ സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. ദ മോഡൽ ഓഫ് എ ട്രാഫിക് സിഗ്നൽ ഇസ് ടു ബി ഡിസൈൻഡ് യൂസിങ് ഇങ്ക്സ്കേപ്പ്. ഇങ്ക്സ്കേപ്പിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫയൽ ഫോർമാറ്റ്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ 2 ഫയൽ ഫോർമാറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇങ്ക്സ്കേപ്പിലേക്ക് വരുമ്പം നിങ്ങൾക്ക് വെക്ടറും ഉണ്ട്, ഒരു സ്കെയിലബിൾ മറ്റേ വെക്ടർ അല്ലാത്തത്. അതെല്ലാം രണ്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, റാസ്റ്ററും അത് ഏതാണ് കമൻറ്റ് ചെയ്യുക. 2 ഫയൽ ഫോർമാറ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ തിയറി പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഡിസൈൻ ചെയ്യണം, നമ്മൾ റെഡ് യെല്ലോ കളർ ഉപയോഗിക്കണം, എന്നിട്ട് സേവ് ചെയ്യണം. ഓക്കെ, സേവ് ചെയ്യുന്നത് എന്തായിട്ടാണ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ standard.png ഉപയോഗിക്കണം. PNGൻ്റെ ഫുൾ ഫോം എന്താണ്? PNG എന്ത് ടൈപ്പ് ഫയലാണ്? ഇറ്റ് ഇസ് എ റാസ്റ്റർ ഫയൽ. ഓക്കെ, എന്താണ് PNGൻ്റെ ഫുൾ ഫോം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം, നമ്മൾ ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഈ സാധനം മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വെക്കാം. ഓക്കെ, ഈ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ സ്ക്രീൻ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ സ്ക്രീൻ. ഓക്കെ, ഇയാളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇയാളെ ഞാൻ ഇവിടെ തുറന്ന് വെക്കാം വെറുതെ റെസ്റ്റിന്. ഓക്കെ, ഇവിടെ പോയി നിങ്ങൾക്ക് ഈ ഹോം സ്ക്രീനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? താഴെ കണ്ടോ പുതിയ ഉബുണ്ടു അല്ലെങ്കിൽ പുതിയ ലിനക്സ് ആണ്, ഇങ്ങനെ ഉണ്ടാവും. നിങ്ങളിവിടെ വരെ ഈ ആപ്ലിക്കേഷൻസ് നിൽക്കുക, ഈ ഷോ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് ഇങ്ക്സ്കേപ്പ്. INK എന്ന് ടൈപ്പ് ചെയ്താൽ വരും. ഇതാണ് ഇങ്ക്സ്കേപ്പ്. ഓക്കെ, ഇങ്ക്സ്കേപ്പാണ് നിങ്ങൾക്ക് വെക്ടർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റപ്പ് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂ ഡോക്യുമെൻ്റ് വെക്കാം. ഇങ്ങനെ വന്നാൽ ന്യൂ ഡോക്യുമെൻ്റ് എങ്ങനെ വെക്കാം? ഓക്കെ, ഇനി ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ ബോർഡർ ഒഴിവാക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട്. നമ്മുടെ ഫോട്ടോയിൽ ബോർഡർ ഒന്നും കാണിച്ചില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ഫയലിൽ വരിക. ഓക്കെ, നിങ്ങൾ മേലുള്ള ഈ മെനു ടൂൾ ബാർ കണ്ടോ? അതാ അവിടെ ഫയലിൽ വരിക, നിങ്ങൾ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ പോവുക. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കാറുണ്ട്. നിങ്ങൾ ടീച്ചർ നോക്കുക, നിങ്ങൾ ഈ സംഭവം അറിയാവുന്നതാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ കണ്ടോ ഷോ പേജ് ബോർഡർ, അയാളങ്ങ് ടിക്ക് ഒഴിവാക്കുക. അപ്പോൾ തന്നെ പോയി. ഇതാണ് നിങ്ങളുടെ ടീച്ചർ ആദ്യം തന്നെ നിങ്ങളെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാലി സ്ലൈഡ് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നമുക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് കുറേ നോക്കുന്നത്, ഒരു ബ്ലാക്ക് പെട്ടി ഉണ്ടാക്കണം, 3 റൗണ്ട് ഉണ്ടാക്കണം, സെയിം ഷേപ്പുള്ള, പിന്നെ ഈ സ്റ്റാൻഡും കൂടി ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടൂൾസ് നോക്കിയാൽ നമ്മുടെ ടൂൾസ് ഇവിടെ നമ്മുടെ സെലക്ട് ടൂൾ ഉണ്ട്, പിന്നെ നമ്മുടെ നോഡ് ടൂൾ ഉണ്ട്, പിന്നെ റെക്റ്റാങ്കിൾ ടൂൾ. അപ്പോൾ റെക്റ്റാങ്കിൾ ടൂൾ 6 ഞെക്കിയാൽ റെക്റ്റാങ്കിൾ ടൂൾ വരും നോക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെയൊന്നല്ല വേണ്ട, ഞാൻ നെക്കി പിടിച്ച് വലിക്കുന്നു കേട്ടോ. ഇത് നെക്കി, എന്നിട്ട് ഞാൻ ഡോട്ട് നെക്ക് വരെ ചെയ്യുന്നത് ഞെക്കി പിടിച്ച് വലിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ വിടുന്നത്. ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഏകദേശം വേണ്ടത്, ഞാൻ ഇങ്ങനെ പിടിച്ചു. ഓക്കെ, ഇനി ഞാൻ മൂവ് ടൂൾ ഉപയോഗിക്കുന്നു. മൂവ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ സെലക്ട് ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്താ? എസ്സിനേക്ക് ഇത് 6 റെക്റ്റാങ്കിൾ ഉണ്ടോ? റെക്റ്റാങ്കിൾ ഒന്നും. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് വെക്കുക, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് ഒക്കെ പോയിക്കോളും. ഓക്കെ, ആ സാധനം സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് ഒക്കെ പോയിക്കോളും. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇവനെ വലുതാക്കണേ ചെറുതാക്കണത് ഒരു പ്രാവശ്യം നിൽക്കുക, ഈ സൈഡ് പിടിച്ച് വലിക്കുക. ഇനി വലിക്കുമ്പം ഇങ്ങനെ ഓരോ ഷേപ്പ് ആവേണ്ട, സെയിം ഷേപ്പ് തന്നെ ആവണമെങ്കിൽ ഷിഫ്റ്റ് നെക്കി വലിച്ചാൽ മതി. ഷിഫ്റ്റ് നെക്കി വലിക്കുക. ഓക്കെ, ഷിഫ്റ്റ് ഓൾട്ട് നെക്കി വലിച്ചാൽ മതി. ഓക്കെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ മാറി കളിക്കാം. പക്ഷേ നമുക്ക് ഇതാണ് ഇപ്പോൾ വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഇവൻ്റെ കളർ മാറ്റണം. അപ്പോൾ കളർ മാറ്റാൻ വളരെ സിമ്പിൾ. ഇവനെ നിൽക്കുക, താഴെ ഒരു കളർ പാലറ്റ് ഉണ്ട്, താഴെ കളർ പാലറ്റ് അവിടെ ബ്ലാക്ക് നിൽക്കുക.
ഓക്കെ, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആ താഴെ കളർ പാലറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണ്ടത് ഒബ്ജക്റ്റിൽ പോവുക. ഓക്കെ, ഫിൽ ആൻഡ് സ്ട്രോക്ക്, ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് പഠിച്ചു, എല്ലാ ക്വസ്റ്റിനും ആവശ്യമുള്ള സാധനം. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് പോവുക. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക്, ഫില്ല് എന്ന് പറഞ്ഞാൽ ഉള്ളിലെ കളർ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബോർഡർ കളർ. അപ്പം നമുക്ക് ഇവിടെ ഫില്ല് കാണാം. ഇവിടെ ഫില്ല് ഉണ്ടോ? അവിടെ ഫില്ലിൻ്റെ ഉള്ളിൽ നോ ഫില്ലുണ്ട്, സോളിഡ് ഉണ്ട്, ഗ്രേഡിയൻ്റ് ഉണ്ട്. നമുക്കിതൊന്നും ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഇതാണ് വേണ്ടത്. ഇനി ഇത് കണ്ടിട്ട് RGB മനസ്സിലാവുന്നില്ല, HSL പോവുക, അത് മനസ്സിലാവുന്നില്ല, വീലിലേക്ക് വരാം. വീലിൽ വരുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ ഇതുണ്ട്, ഇപ്പം റെഡ്, ലൈറ്റ്, പിന്നെ ഡാർക്ക്. പിന്നെ ഓരോ കളർ അങ്ങനെ ചെയ്യാം. പച്ചയാണെങ്കിൽ പച്ച, ഡാർക്ക്, ഇത് അതിലെവിടെ വേണേലും. നമുക്ക് ബേസിക്കലി ബ്ലാക്ക് വേണം. ബ്ലാക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു, താഴെ നമ്മുടെ പാരത്തിന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ബ്ലാക്ക്. ഓക്കെ, ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഞാൻ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇനി എനിക്ക് 3 വട്ടം വേണം. 3. അപ്പോൾ നമ്മളെന്താ? സർക്കിൾ ടൂൾ ഷോർട്ട് കട്ട് എന്താ? ഇ, എലിപ്സ് അല്ലെങ്കിൽ സർക്കിൾ കേട്ടോ. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ R, ഇത് S, ഇത് E. ഓക്കെ, എന്നിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ചപ്ലി അല്ല, ഇങ്ങനെയല്ല വേണ്ട. അപ്പോൾ ഷിഫ്റ്റ് നിൽക്കുന്നു. ഓക്കെ, ഷിഫ്റ്റ് അല്ല കൺട്രോൾ നിൽക്കാൻ മതി. ഓക്കെ, കൺട്രോൾ നിൽക്കുമ്പോൾ ഒരു വട്ടം പോലെ തന്നെ വരുന്നില്ല. ഞാൻ ചപ്ലിയായിട്ട് വലിച്ചാലും ഇങ്ങനെ വലിച്ചാലും കൺട്രോൾ നിൽക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സർക്കിൾ കിട്ടിക്കോളും. ഓക്കെ, കൺട്രോൾ നിൽക്കിയിട്ട് ഞാൻ ഓൾട്ട് നിൽക്കോട്ടെ. ഓൾട്ട് നിൽക്കുമ്പോൾ അത് വർക്ക് ആവില്ല. അപ്പോൾ കൺട്രോൾ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് പഠിക്കുക. അപ്പോൾ ഞാൻ കൺട്രോൾ നിൽക്കുക. പക്ഷേ ഇത് ഭയങ്കര വലിപ്പം കൂടുതലാണ്. ഞാൻ ആദ്യം തന്നെ റെഡ് കളറാക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് മേലെ കൊണ്ട് വെച്ച് ഇത് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ചെറുതാക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ ലോക്ക് ഇട്ടാൽ എനിക്ക് തോന്നുന്നു ചപ്ലി ആവില്ല. ഉണ്ടോ? ഈ ലോക്ക് ഇട്ടാൽ ഹൈറ്റും വിഡ്ത്തും ലോക്കായി അവരെപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നടക്കും. അപ്പോൾ ഞാൻ അത് നിൽക്കാനും മതി, അല്ലെങ്കിൽ കൺട്രോൾ നിൽക്കാൻ മതി. ഇത് ഏകദേശം റെഡി ആണല്ലോ. ഇത് ഏകദേശം റെഡിയാണ്, റെഡ് കളർ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒന്നും കൂടി എലിപ്സ് ടൂളിൽ വന്നിട്ട് ഇതിനെ മാച്ച് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവനെ ഒന്നെങ്കിൽ എനിക്കിതാ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെങ്കിൽ കൺട്രോൾ D നിൽക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഒരെണ്ണം കൂടി ഉണ്ടായി. ഓക്കെ, അപ്പോൾ സെയിം സൈസ്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഓൾട്ടിനേക്ക് വലിക്കാൻ പറ്റും തോന്നില്ല, ഇതിലില്ല. ഓക്കെ, അല്ലെങ്കിൽ ഷിഫ്റ്റ് നിൽക്കിയിട്ടോ ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇതിലില്ല. ഓക്കെ, കുഴപ്പമില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നു. ഈ ഷിഫ്റ്റ് ഞാൻ നീക്കുമ്പോഴും എനിക്കിതാ ഇവൻ്റെ നേരെ താഴേക്കല്ലേ വരണ്ടേ. അപ്പോൾ ഞാൻ കൺട്രോൾ നീക്കിയിട്ട് നീക്കുന്നത്. സാധാരണ വെറുതെ നീക്കിയാൽ ഇങ്ങനെ ചെരിഞ്ഞ് മറിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഞാൻ കൺട്രോൾ നീക്കിയാൽ അവിടെ തന്നെ ആ ലൈനിൽ തന്നെ വന്നോളൂ. അല്ലെങ്കിൽ കൺട്രോൾ നീക്കിയിട്ട് ഇങ്ങോട്ട് നീക്കി ഇങ്ങനെ തന്നെ വന്നോളും. ഓക്കെ, കൺട്രോൾ നീക്കിക്കോ. അപ്പോൾ നമുക്ക് ആ സ്കെയിലിൽ തന്നെ വന്നോളും. ഇനി ഇവൻ്റെ കളർ പച്ച, ഈ പച്ചയാണോ ഇവരിട്ടത്? ആ പച്ച, ഒരു ഡാർക്ക് പച്ച ഇവനിടാം, ആയിക്കോട്ടെ. അതൊക്കെ മതി. നിങ്ങൾ ടീച്ചർ അങ്ങനെ ഭയങ്കര പ്രശ്നം ആക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി പച്ച സെലക്ട് ചെയ്യണ്ടാ. ആ പച്ച കുറച്ചുകൂടി അടിപൊളി. ഓക്കെ, പച്ച സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഇവൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതില്ല, നമുക്ക് പച്ച താഴെ അല്ലേ. ഈ ട്രാഫിക് ലൈറ്റിൻ്റെ കാര്യം ഓർമ്മ വരുന്നില്ല. റെഡ് ഏറ്റവും മേലെ, കൺട്രോൾ നീക്കി പൊക്കുന്നു. അതിപ്പോൾ അതിലും കുഴപ്പമില്ല കേട്ടോ. പച്ച താഴെ. ഇനി ഇവൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, ഇവിടെ ഇടുന്നു. അത് മഞ്ഞ. ഈ മഞ്ഞ റെഡി. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പെർഫെക്റ്റ് അല്ല സംഭവം. ഓക്കെ, ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തന്നാൽ Z നിൽക്കിയ സൂമാണ്, Z നിൽക്കിയ സൂം. എന്നിട്ട് H നിൽക്കിയ ഹാൻഡ് ടൂളാണോ? ഹാൻഡ് ടൂൾ ഇല്ലേ? ഹാൻഡ് ടൂൾ ഇപ്പം എനിക്ക് കിട്ടുന്നില്ല, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സ്ക്രോൾ മൗസിൽ സ്ക്രോൾ ചെയ്താൽ ഇങ്ങനെ മേലേക്കും താഴേക്ക്, ഷിഫ്റ്റ് നിൽക്കി സ്ക്രോൾ ചെയ്താൽ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും കിട്ടും. ഓക്കെ, അപ്പോൾ മേലേക്ക് ഇത് കറക്റ്റ് സെൻറ്റർ ആവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? എനിക്ക് എല്ലാവരും നടുക്കിലൊരു വരയിൽ ഇങ്ങനെ സെൻറ്റർ അലൈൻ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? ഞാനിവിടെ വരാം. നമുക്ക് പാത്തിൽ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു. അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഒബ്ജക്ട്സ്. നമുക്ക് ഈ ഒബ്ജക്ട്സ് നമുക്ക് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് താഴേക്ക് വരിക. ഇപ്പോൾ ഒരു പുതിയ വിൻഡോ ഇവിടെ വന്നു. നമുക്കെല്ലാം എന്താണ്? ഇങ്ങനെ റൈറ്റിലേക്കാണോ വേണ്ട? അല്ല, ലെഫ്റ്റിലേക്കാണോ? അല്ല, സെൻറ്ററിലേക്കാണ് വേണ്ടത്. സെൻറ്ററിലേക്ക് കിട്ടി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഈ 3 എണ്ണവും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അറിയാണ്ട് ഇങ്ങനെയാണ് വെച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് 3 എണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ എന്താ? വീതിച്ച് കൊടുക്കുക. ഇതല്ല നമുക്ക് മേലേക്ക് താഴേക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇതല്ലേ? ഇക്വിഡിസ്റ്റൻ്റ്ലി വെർട്ടി. ഇപ്പം എല്ലാം കറക്റ്റാണ്. ഇനി ഇങ്ങനെ ഒരു സാധനം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവരെ മൊത്തം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനൊക്കെയാലും ഒരുമിച്ച് നീങ്ങുള്ളൂ. പ്രശ്നം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് സാധനമായി. റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ പഠിച്ചു, എലിപ്സ് ഉണ്ടാക്കാൻ, ഡ്യൂപ്ലിക്കേറ്റ് ആക്കാൻ, പിന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പഠിച്ചു, ഒബ്ജക്റ്റിൽ വന്നിട്ട് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടും പഠിച്ചു. എല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ. ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ, ഇനി നമ്മൾ ഇയാളെ ഉണ്ടാക്കി ഇയാളുടെ താഴെയുള്ള സാധനം ഈ സ്റ്റാൻഡ് ഇവർ പറയുന്നത് യൂസ് ദ stand.png ഇൻ ദ ഇമേജ് 10 ഫോൾഡർ. ഓക്കെ, അപ്പം ഇത് ഞാൻ എന്താ സൂം ഔട്ട് എന്ന് ചെയ്യണം. Z നിൽക്കിയാൽ സൂം ടൂളായി. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് നിൽക്കിയാൽ പുറത്തേക്ക്, ലെഫ്റ്റ് ക്ലിക്ക് നിൽക്കിയാൽ സൂം ആയിക്കോളൂ. സൂം ഔട്ട് ആക്കണേ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നാൽ എനിക്കൊന്ന് അതിലേക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒന്നെങ്കിൽ എനിക്കൊരു ഫയൽ അല്ലെങ്കിൽ ഇമേജ് ഇമ്പോർട്ടൻ്റ് ഫയലിൽ വന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കാം.
ഫയലിൽ കൊടുത്തിട്ട് ഇമ്പോർട്ട് അല്ലെങ്കിൽ കൺട്രോളായി, ഇമ്പോർട്ട് കൺട്രോളായി. അല്ലെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് വലിച്ചിടാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഈ ഇങ്ക്സ്കേപ്പ് ഒന്ന് ചെറുതാക്കുക. നിങ്ങൾക്ക് ഹോമിൽ ഇമേജസ് 10 ആയിരിക്കും ഫയൽ വരിക. എൻ്റെ എനിക്ക് ആ ഫയലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരെണ്ണം ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഡൗൺലോഡ്സിലാട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഇമേജ് 10 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഡൗൺലോഡ്സിൽ പോയിട്ട് സ്റ്റാൻഡ് എടുക്കരുത്, സ്റ്റാൻഡ്. ഓക്കെ, ഈ സ്റ്റാൻഡ് പിടിച്ചങ്ങ് വലിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എംബെഡ് കൊടുക്കുക, ഫ്രം ഫയൽ കൊടുക്കുക, വേറെ ഒന്നും നോക്കണ്ട. ഡു നോട്ട് ആസ്കിങ് കൊടുക്കുക, അങ്ങനെ ശല്യം ഉണ്ടാവില്ല. ഇതാ ഫയൽ കിട്ടി. ഓക്കെ, നിങ്ങൾക്കൊരു PNG ആയിരിക്കും, എനിക്ക് PNG അല്ല വന്നത്, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്കൊരു PNGൻ്റെ വ്യത്യാസം എന്താ, ഈ വൈറ്റ് ബോർഡർ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെ ഫയലിൽ ഇമ്പോർട്ട് വരാം. പഠിച്ചോ, അതൊക്കെ പഠിച്ചോ. നിങ്ങൾ ഹോമിൽ ഇമേജസ് 10, ഞാൻ ഡൗൺലോഡ്സ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സ്റ്റാൻഡ് PNG എടുക്കുന്നു. ഓക്കെ, ഇത് പക്ഷേ ഭയങ്കര വലുതാണ്, ഞാൻ ചെറുതാക്കട്ടെ. ഓക്കെ, ചെറുതാക്കി ഇതിൽ വെച്ചു. ഏകദേശം മാച്ച് ആവുന്നുണ്ട് അല്ലേ, കറക്റ്റ് സൈസായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഇനി ഇവനെ നെക്കിയിടൊന്ന് ചെറുതായിട്ട് നിങ്ങൾ കീബോർഡിൽ നെക്കി കൊടുത്താൽ മതി. ഇനി സൂം ഔട്ട് ചെയ്തൊക്കെ സെഡ് നെക്കി റൈറ്റ് ക്ലിക്ക് സൂം ഔട്ട്. ഈ എൻ്റെ അമ്മേ പെർഫെക്റ്റ് സാധനം. ഇനി നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇവൻ വലിപ്പം കുറച്ച് കുറവാന്ന് തോന്നുകയാണെങ്കിൽ വലിപ്പം കൂട്ടിക്കോ, സൈഡ് പിടിച്ചപ്പോൾ വലിപ്പം കൂട്ടിക്കോ, കുറച്ചുകൂടി വലിപ്പം കൂട്ടിക്കോ. അത് നിങ്ങളുടെ ഇഷ്ടമുള്ളത്. ഒരു ടീച്ചറും ഇങ്ങനെ ഇത്ര ചെറുതായി മാറിയതിനൊന്നും ചീത്തൊന്നും പറയില്ല, മാർക്ക് കുറയ്ക്കൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇവനെ സെൻട്രൽ ലൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവർ രണ്ടാളെ നിൽക്കുന്നു, ഒബ്ജക്ട്സിൽ വരുന്നു, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ വരുന്നു, മിഡിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവനെ കറക്റ്റ് ആയിക്കോളും. ഓക്കെ, എനിക്കൊന്ന് കുറച്ചുകൂടി ഇവനെ വലുതാക്കാം. ഇനി ഇവനായിട്ട് നിൽക്കി ഇതാ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. ഇപ്പോൾ കറക്റ്റാണല്ലോ, ഇപ്പോൾ ഏകദേശം കറക്റ്റാണ്. ആ ഫോട്ടോ ഈ സ്റ്റാൻഡ് അത്ര പെർഫെക്ഷൻ അല്ല അൻസർ ഉണ്ടാക്കിയത്, സംഭവം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി വീണ്ടും എപ്പോഴും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്താൽ എല്ലാം സെലക്റ്റായി. അല്ലെങ്കിൽ ഇവരെ പിടിച്ച് വലിക്കുക, റൈറ്റ് ക്ലിക്ക് നിൽക്കുക, ഗ്രൂപ്പ് കൊടുക്കുക. എപ്പോഴും ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, എപ്പോഴും ഗ്രൂപ്പ് ചെയ്താൽ പണി സിമ്പിളാണ്, പിന്നെ പ്രശ്നം വരില്ല. ഇനി എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. ദാ സേവ് ദിസ് ഫയൽ വിത്ത് യുവർ, സേവ് വെറുതെ പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റിലാണ് പൊതുവേ ചെയ്യേണ്ടത്. ഓക്കെ, ഫയലിൽ വരിക, നിങ്ങളിത് സേവ് ആസ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഹോമിൽ, ഓക്കെ നമ്മുടെ ഹോമിൽ വന്നു ഒരു എക്സാം 10 എന്നൊരു ഫോൾഡർ ഉണ്ടാവും. എനിക്ക് ആ ഫോൾഡറിനകത്ത് ഞാൻ എക്സാം 10, ഓക്കെ എക്സാം 10ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, എക്സാം 10 എടുക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ റോൾ നമ്പർ, എൻ്റെ റോൾ നമ്പർ 8086 ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ സെർച്ച് ആട്ടോ ചെയ്തത്, മേലെ ഇതുണ്ടോ 8086 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 സേവ് ചെയ്യുക. SVGൻ്റെ ഫുൾ ഫോം അതൊരു വെക്ടർ ഫോർമാറ്റാണ് ഡിഫോൾട്ടായിട്ട് ഇങ്ക്സ്കേപ്പിലിരുന്നത്. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എത്രയാണെന്ന് ചാറ്റിലിടുക, അങ്ങനെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, SVG. അപ്പോൾ ഞാൻ സേവ് ചെയ്തു. SVGയുടെ ഫുൾ ഫോം താഴെ ഉണ്ടായിരുന്നു നേരത്തെ. ഇനിയിപ്പോൾ അവർ പറയുകയാണ് ഇവനെന്താണ് PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എക്സ്പോർട്ട് PNG ഉണ്ടോ, സേവ് ആസ് കൊടുക്കാം. സേവ് ആസിൽ എന്തൊക്കെ ഫോർമാറ്റുള്ള താഴെ ഇങ്ക്സ്കേപ്പിൻ്റെ SVG കാണാം, വേറെ എന്തോ എറർ കാണുന്നില്ല, പക്ഷേ അത് നമുക്ക് എക്സ്പോർട്ട് PNG ആണെങ്കിൽ ഇവനെ ക്ലിക്ക് ചെയ്യാം, എക്സ്പോർട്ട് കൊടുക്കുക, എക്സ്പോർട്ട് PNG ഇമേജ് കൊടുക്കുക. ഓക്കെ, ഇനി PNGൻ്റെ ഇവിടെ ഒരു പെട്ടി നിങ്ങൾക്ക് പുതിയ കാണാൻ പറ്റും. ഞാൻ അവനെ പുറത്ത് വലിക്കാം, എന്തോ ഒരു എറർ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇവനെ സെലക്ട് ചെയ്ത് ഈ സെലക്ഷൻ നോക്കിയാൽ ഒന്നുകിൽ പേജ് മൊത്തം നമുക്ക് എടുക്കാം, ഡ്രോയിങ് എടുക്കാം. നമ്മൾ ഇവനല്ലേ സെലക്ട് ചെയ്തത്, ഇവനെ മാത്രം. അപ്പോൾ സെലക്ഷൻ വന്നു. എന്നിട്ട് ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും നമുക്ക് വിഷയമില്ല. എക്സ്പോർട്ട് ആസ് എവിടെയാണ്, നമുക്ക് വീണ്ടും നമ്മുടെ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഹോമിൽ പോവുക, എക്സാം 10 പോവുക, നിങ്ങളുടെ റോൾ നമ്പർ 8086_ ഇവിടെ അല്ല, മേലെ സേവ് ചെയ്യണം, മേലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തെറ്റ് പറ്റും, 86_1 PNG ആയിട്ട് സേവ് ചെയ്യുന്നു. PNGൻ്റെ ഫുൾ ഫോം എല്ലാവരും ചാറ്റിലിടുക. അപ്പോൾ എക്സ്പോർട്ട് ആയെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ ഈ സാധനത്തിനെ മിനിമൈസ് ചെയ്യുക, ഹോമിൽ വരിക, ഇവിടെ വന്ന് ഹോം എക്സാം 10 8086 PNG വന്നു. നിങ്ങളുടെ PNGയിൽ ആ താഴെ വൈറ്റ് ഉണ്ടാവില്ല കേട്ടോ, നിങ്ങളുടെ ഉണ്ടാവില്ല, എൻ്റെ ഉണ്ടെന്നുള്ളൂ. ഓക്കെ, പിന്നെ SVG ഫയലുണ്ട്. ഓക്കെ, അപ്പോൾ അതോടെ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ ട്രാഫിക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു. ഇഷ്ടപ്പെട്ടല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻറ്റ് ചെയ്തവർ ആൻസർ നോക്കി പോയി ലൈക്ക് അടി, ഇങ്ങനെയാണ് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ സിമ്പിൾ, സെക്കൻഡ് ക്വസ്റ്റ്യനും സിമ്പിളാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ സ്പീഡ് ലിമിറ്റിൻ്റെ സാധനം ഉണ്ടാക്കണം. അപ്പോൾ ഒരു റെഡ് ബോക്സ് ഉണ്ടാക്കുക, അതിൻ്റെ ഉള്ളിൽ വൈറ്റ് ബോക്സ്, വൈറ്റിൻ്റെ പക്ഷേ ഔട്ട്ലൈൻ മാത്രം മതി അല്ലേ. അപ്പോൾ അതിനെ സ്ട്രോക്ക് എന്ന് വിളിക്കും. പിന്നെ സ്പീഡ് ലിമിറ്റ് നേരത്തെ റൗണ്ടിലിടുക, വൈറ്റിൽ റൗണ്ട്, അതൊക്കെ സെൻറ്റർ മിഡിൽ അലൈൻഡ് ആയിരിക്കണം. പിന്നെ നമുക്ക് എന്താ 30 ഇട്ട് കൊടുക്കണം, സ്പീഡ് ലിമിറ്റ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ക്സ്കേപ്പ് നമുക്ക് ഒന്നുകൂടി തുറക്കാം. ഇത് സേവ്ഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ക്ലോസ് വിത്തൗട്ട് സേവിങ് കൊടുക്കുക. ഞാൻ സേവ് ചെയ്താണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവനെ ചെറുതാക്കുന്നു. എവിടെ പോയി, നമ്മുടെ ഇങ്ക്സ്കേപ്പ് ആപ്ലിക്കേഷൻസിൽ ഇങ്ക്സ്കേപ്പ് ഇവിടെ കാണാനുണ്ടോ, വേണ്ട, ഇങ്ക്സ്കേപ്പ് ടൈപ്പ് തന്നെ നമുക്ക് ചെയ്യാം, ഇങ്ക്സ്കേപ്പ് പിന്നെ ഫുൾ സ്ക്രീൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ വരുന്നു, ഫയലിൽ വരുന്നു, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് വരുന്നു. അപ്പോൾ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ ഷോ ബോർഡർ അങ്ങ് ഒഴിവാക്കാം, പേജ് ബോർഡർ. ഇനി ഇവന്മാരെ എനിക്കിവിടെ വേണ്ട, ക്ലോസ് ചെയ്യാം കേട്ടോ, സ്ഥലം വെറുതെ പോന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഒരു റെക്റ്റാങ്കിൾ ഷോർട്ട് കട്ട് R,
ഓക്കെ, ഞാൻ നെക്കി ഇത് ഏകദേശം ഷേപ്പ് വേണ്ടത്. ഇനി എസ് നെക്കി സെലക്ഷൻ ടൂൾ, ഇവനെ സെലക്ട് ചെയ്തു, റെഡ് കളർ കൊടുത്തു. ഓക്കെ, താഴെയുള്ള റെഡും കൊടുത്തു. ഏകദേശം ഇനി എന്ത് ചെയ്യണം, ഒരു റെക്ടാങ്കിൾ കൂടി ഉണ്ടാക്കണം. അത് ഞാൻ വേറെ ഉണ്ടാക്കുന്നു ഉള്ളിൽ. ഞാൻ ഈ ആ റെഡിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാത്ത കാരണം എന്താ അറിയുമോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണില്ല. അപ്പോൾ ഞാൻ വൈറ്റ് കളറിൽ ഉണ്ടാക്കാം. ഇതെന്താ കാണാത്തത്? അപ്പോൾ വൈറ്റ് കളർ. ഓക്കെ, ഇപ്പോൾ ഏകദേശം. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കളർ എനിക്കിപ്പോൾ വിഷയമല്ല, ഏകദേശം ഈ ഷേപ്പായിട്ട് മാച്ച് ചെയ്യുന്നു. ഏകദേശം ഓക്കെ, കറക്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ, ഏകദേശം ഈ ഷേപ്പായിട്ട് മാച്ച് ചെയ്യുന്നു. ഓക്കെ, ഏകദേശം ഷേപ്പായിട്ട് മാച്ച് ചെയ്തു. ഇനി നമുക്കൊരു രസം ഞാൻ ഇവർ രണ്ടാളും ഞെക്കി ഒബ്ജക്റ്റ് ഞെക്കി. എനിക്കൊരു അങ്ങനെ ഒരു ചെറിയ OCD എന്ന് പറയാൻ പറ്റില്ല, എനിക്കൊരു പെർഫെക്ഷൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സെലക്ട് സെൻറ്റർ കൊടുത്തു. ഓക്കെ, അപ്പോൾ നടുക്കാന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഒബ്ജക്ട്സിൽ എവിടെ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്, എന്നിട്ട് സെൻറ്ററും മിഡിലും കൊടുത്തു. സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇത്, മിഡിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏതോ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇനി ഈ വൈറ്റ് അല്ലല്ലോ ഉള്ളിൽ വേണ്ടത്, എനിക്ക് വൈറ്റ് ഔട്ട്ലൈൻ മാത്രം മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പെട്ടി ഉള്ളിലത്തെ പെട്ടി നോക്കിയിട്ട് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്. ഫില്ല് എന്ന് പറഞ്ഞാൽ കളർ. അപ്പോൾ ഫില്ലിൽ ഞാൻ വന്നിട്ട് എക്സ് കൊടുക്കുന്നു. എനിക്ക് ഫില്ല് വേണ്ട. അപ്പോൾ ഒന്നുമില്ല, സ്ട്രോക്ക് എടുക്കുക. സ്ട്രോക്കിൽ വന്നിട്ട് എനിക്ക് സോളിഡ് ഇടും. സോളിഡ് എന്ന് പറഞ്ഞാൽ വെറുതെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ ബ്ലാക്ക് കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ എന്ത് കുഞ്ഞ് വരയല്ലേ. ഞാൻ ഒന്നുകൂടി ആ പെട്ടി നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ സ്ട്രോക്കിനെ കൂട്ടർ എന്താ ചെയ്യുക, ബ്ലാക്ക് കളറൊക്കെ ശരി, ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് അല്ല സോറി വൈറ്റ് വേണം. വൈറ്റ് ഞാൻ ഇവിടെ വന്നിട്ട് എടുത്തു. സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് വരുന്നു. സ്ട്രോക്ക് സ്റ്റൈലിൽ വിട്ട് കൂട്ടുന്നു. എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൂട്ടാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ 3 അല്ലേ, ഒരു 4 ഇട്ട് നോക്കിയാൽ 4 ഇട്ടാൽ മാച്ച് ആവുന്നുണ്ടോ? ഓക്കെ, 4 ഏകദേശം മതി അല്ലേ, 4 മതി, ഏകദേശം സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം സെറ്റായി. ഇനി ഒന്നുകൂടി വേണേൽ ചെറുതാക്കിയിട്ട് നമുക്ക് മിഡിലൊക്കെ ആക്കാം കേട്ടോ. ഓക്കെ, അതാ ഇതിപ്പോൾ കുറച്ചുകൂടി ഒരു വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഒരിക്കലും 1 സെൻറ്റിമീറ്റർ ചെറുതായി വലുതെന്ന് ഒരു മാർക്കും ടീച്ചർ കുറയ്ക്കാൻ പോകുന്നത്, നിങ്ങൾ ഐഡിയ മനസ്സിലാക്കി കറക്റ്റ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, ഇനി പക്ഷേ ഈ പെട്ടി കൊണ്ടിട്ട് ഇവിടെ വെച്ചാൽ ടീച്ചറിന് അല്പം ഇഷ്ടപ്പെടില്ല. ഓക്കെ, കുറച്ചൊക്കെ ഒരു സെൻറ്റർ ആയിരിക്കണം. ഇനി അത് കഴിഞ്ഞു. ഇനി നമുക്ക് വട്ടം 30 ഇതാ പിടിച്ചോ. നമ്മൾ എലിപ്സ് ടൂൾ, സർക്കിളിന് C അല്ല, എലിപ്സിൻ്റെ E ആണ്. ഇത് നെക്കുന്നു, ഇവിടെ ഉണ്ടായി. കളർ കാണുന്നില്ല, കാരണം വൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ താഴെ പോയിട്ട് കളർ കൊടുക്കുക. ഇനി ഇപ്പോൾ ഇതാ ഇവൻ്റെ നോക്കിയാൽ, ഇവൻ ചക്രം എന്താണ്, വട്ടമല്ലല്ലോ. അപ്പം നോക്കിയാൽ ഇനി നിങ്ങൾക്ക് സാർ കൺഫ്യൂഷൻ ആവുന്നു, ഇവനെ ഇനി ഒന്നുകൂടി ഉണ്ടാക്കണോ, എങ്ങനെ ശരിയാക്കി കൺട്രോൾ നോക്കിയിട്ട് ഇനി ശരിയാവുന്നില്ല. ഇത്ര ഉള്ളൂ, സിമ്പിളായിട്ട്. ഇവിടെ ഒരു ഹൈറ്റും വിടുത്തുണ്ടോ, എക്സും വൈ അല്ല, ഹൈറ്റും വിടുത്തുണ്ടോ, രണ്ടിനും ഒരു സെയിം നമ്പർ കൊടുത്തത്, 100 കൊടുക്കുക. ഞാൻ പറയുന്നത് ഹൈറ്റും വിടുത്ത് സെയിം. അപ്പം കറക്റ്റ് വട്ടായി ഒരു ലോക്ക് കൊടുക്കുക. അപ്പോൾ പിന്നെ അവൻ ഇനി വട്ടം മാറിയിട്ട് പപ്പടാവൂല. ഓക്കെ, അപ്പോൾ കറക്റ്റ് സർക്കിളായി. ഇവനൊരു സ്ട്രോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്ട്രോക്ക് ഉണ്ടാക്കി വെച്ച് തന്നെയാണ്. ഒബ്ജക്റ്റിൽ വന്ന് ഫിൽ ആൻഡ് സ്ട്രോക്ക്, നമ്മൾ സ്ട്രോക്ക് പോയിട്ട് എക്സ് കൊടുക്കും. സ്ട്രോക്ക് വേണ്ട, ഔട്ട്ലൈൻ വേണ്ട. ഇനി എന്താണ്, വെള്ള കളർ ഫില്ലിൽ വരുന്നു, സോളിഡ് കൊടുക്കുന്നു, വൈറ്റിലേക്ക് ഇവനെ കൊണ്ടുവരുന്നു, വൈറ്റിലേക്ക്. ഓക്കെ, ഏകദേശം റെഡിയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ സന്തോഷത്തിന് ഇവനെയും ക്ലിക്ക് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ വരുന്നു, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വരുന്നു, സെൻറ്റർ. ഓക്കെ, ഇനി ഇത് നോക്കി, ഇത് സെൻറ്റർ ആണോ നോക്കിയാൽ, ഇത് സെൻറ്റർ, ഇങ്ങനെ വരുന്ന സെൻറ്റർ, വെർട്ടിക്കൽ ആക്സിസ്. ഇത് സെൻറ്റർ ഓൺ ഹൊറിസോണ്ടൽ. ഓക്കെ, ഇത് വേണ്ട, കാരണം എനിക്ക് ആ നടുക്കിലല്ല വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ Ctrl Z ആക്കി അൺഡു ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് താത്തി വെക്കുന്നു ഇവിടെ. ഇനി എനിക്ക് എന്താ, ടൈപ്പ് ടൂൾ നിൽക്കുന്നു. ടൈപ്പ് ടൂൾ നിൽക്കിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു 30 ഇപ്പോൾ ചെറുതാണ്. ഞാൻ Ctrl എനിക്കായിട്ട് സെലക്ട് ഓൾ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ എനിക്ക് വെറുതെ ഇവനെ സെലക്ട് ചെയ്തിട്ട് അങ്ങ് വലുതാക്കാം. ഓക്കെ, ഇവനെ വലുതാക്കാം, അതാണേലും മതി. ഓക്കെ, ഇതാണേലും മതി. എന്നിട്ട് ഇവർ രണ്ടാളെ സെലക്ട് ചെയ്തു, സെൻറ്റർ മിഡിലൊക്കെ ചെയ്യുന്നു. അപ്പോൾ സുന്ദരമായിട്ട് അവിടെ നിൽക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇത് ബോൾഡ് ആണെങ്കിൽ. ഓക്കെ, അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ബോൾഡ് ആക്കിയത്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, Ctrl എനിക്ക് കൊടുക്കുക, നോർമൽ മാറ്റിയിട്ട് ബോൾഡ് ആക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. വീണ്ടും ഇവരൊന്ന് സെൻറ്ററൊക്കെ ആക്കുന്നു, സെൻറ്റർ മിഡിൽ. ഇനി ഇവരെ എനിക്ക് മാറ്റണ്ട. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇവരിനി സെറ്റാണ്, ഗ്രൂപ്പായി. ഓക്കെ, ഇനി ഇവനും സെറ്റാണ്. അപ്പോൾ അവരെയും ഗ്രൂപ്പ് ചെയ്യുന്നു, അവരൊരു ഗ്രൂപ്പ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവരൊക്കെ ഗ്രൂപ്പ് ആക്കാം, എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആക്കാം കേട്ടോ. പക്ഷേ അതിന് മുമ്പ് ഞാൻ സ്പീഡ് ലിമിറ്റൊന്നും കൂടി ഇട്ടെ. സ്പീഡ് ലിമിറ്റ് വൈറ്റിൽ എഴുതുന്നു അല്ലേ. സ്പീഡ് ലിമിറ്റ് ഞാൻ ഇവിടെ സ്പീഡ് ക്യാപിറ്റൽ, അപ്പോൾ ക്യാപ്സ് ലോക്ക് ആണാക്കുന്നു. സ്പീഡ് ലിമിറ്റ് Ctrl എനിക്ക്. എന്നിട്ട് എനിക്ക് ഇവരെ വൈറ്റ് ആക്കണം. അപ്പോൾ താഴെ ഞാൻ വൈറ്റ് കളർ പാലറ്റ് കൊടുക്കുന്നു, വൈറ്റ് കൊടുത്തു. ഓക്കെ, വൈറ്റായി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനങ്ങ് നേരെ ഇവിടെ തന്നെ വലുതാക്കാം കേട്ടോ. ഇവിടെ തന്നെ വലുതാക്കുക. ഷിഫ്റ്റോ Ctrl ഒന്നും നെക്കിയില്ല, ഇങ്ങനെ ഇതാക്കി. ഇനി ബോൾഡ് ആക്കണം എന്ന് തോന്നാണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, Ctrl A കൊടുക്കുക, ബോൾഡ് കൊടുക്കുക. ഇവിടെ മേലെ ബോൾഡ് അല്ലാന്ന് തോന്നുന്നു അല്ലേ. ബോൾഡ് ഇരുന്നോട്ടെ, രസമല്ലേ. അത് നിങ്ങളുടെ കറക്റ്റ് ഫോട്ടോ അനുസരിച്ചിരിക്കണം. മറ്റേ ഫോട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇതിപ്പം സൈഡിലേക്കും സെൻറ്ററിലേക്കാണെന്ന് അറിയാത്തതുകൊണ്ട് ഇവനെ നിൽക്കുന്നു. റെഡ് ഷിഫ്റ്റ് നെക്കിട്ടെ സാർ. ഇവനെ നെക്കിയാൽ വെറുതെ കിട്ടുമല്ലേ. രണ്ടും കൂടി നെക്കണമെങ്കിൽ ഇവനെ നെക്കി, ഷിഫ്റ്റ് നെക്കിക്കൊണ്ട് മറ്റവനെ നെക്കി. അപ്പോൾ രണ്ടും കൂടി സെലക്റ്റായി. എന്നിട്ട് ഞാൻ സെൻറ്റർ ഓൺ വെർട്ടിക്കൽ ആക്സിസ് ഇങ്ങനെ. അപ്പോൾ സെൻറ്ററായി. ഇനി ഇവനെ ഒന്ന് താത്തുന്നു, കഴിഞ്ഞു. ഇനി എല്ലാം കൂടി Ctrl നെക്കിക്കോ. അപ്പോൾ എല്ലാം സെലക്റ്റായി. ഒന്ന് ഗ്രൂപ്പ് ചെയ്തോ.
ഗ്രൂപ്പ്. അപ്പോൾ ഇതാ ഒരുമിച്ചായി. ഇനിയിപ്പോൾ ഇവനെ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി സാർ അൺഗ്രൂപ്പ് ചെയ്യണേ, ഇവനെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ്. ഓക്കെ, ഇനിയിപ്പം എനിക്ക് ആ 30 മാത്രം, ഉള്ളത്തെ 30 മാത്രം ശരിക്കും ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതാ ഡബിൾ ക്ലിക്ക് ചെയ്താൽ 30ലേക്ക് പോകാം. ഇതാണ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ 30ലേക്ക് പോകാം. പക്ഷെ ആവശ്യം വരില്ല പറയുന്നത്. ഇനി ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞതാണ്ടോ, ഗ്രൂപ്പ് ഇപ്പോൾ അൺഗ്രൂപ്പായി. വീണ്ടും ഞാൻ എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യട്ടെ. ഗ്രൂപ്പായി കഴിഞ്ഞിട്ട് ഇനി സെലക്ട് ചെയ്യാതിരിക്കാൻ പറ്റും, അങ്ങനെ ഒന്നുമില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞു. അപ്പോൾ ഇവനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? സേവ് ദ ഇമേജസ് SVG ഫോൾഡർ. ഓക്കെ, SVG ഫയല് സ്കെയിലബിൾ വെക്ടർ ഫോർമാറ്റ് അല്ലേ. ഞാൻ അവനെ സേവ് ആസ് കൊടുക്കുന്നു. എക്സാം ടൈമിൽ എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ല ഇത്, 8086_2. ഓക്കെ, SVG ഇങ്ക്സ്കേപ്പ് SVG സേവ്. PNG ആയിട്ട് ചോദിച്ചില്ല, പക്ഷേ ഞാൻ നല്ലൊരു സന്തോഷത്തിന് PNGയും കൂടെ സേവ് ചെയ്യുന്നു. ഓക്കെ, സെലക്ഷനാണ് സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് ആസ് കൊടുക്കുന്നു. ഇവിടെ 8086_ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എപ്പോഴും ടീച്ചറിനോട് ചോദിക്കുക എക്സാം കഴിഞ്ഞ് ഇത് SVG തന്നെ അല്ലേ, ഞാൻ ചെയ്ത് ശരിയല്ലേ. അപ്പോൾ എന്തിനൊക്കെ തെറ്റ്, വളരെ വലിയ മണ്ഡലത്തിൽ നിങ്ങൾ ചെയ്തിട്ട് അവിടെ നിന്ന് ടീച്ചർ പറയും. നിങ്ങൾ ലാബ് പുറത്ത് പോയി കഴിഞ്ഞിട്ട് ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കുക, ഉറപ്പിക്കുക നിങ്ങൾ ചെയ്ത കറക്റ്റ് അല്ലേ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും ഞാൻ അത് ക്ലോസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. കുറേ എലമെൻറ്റ്സ് ഉണ്ട്. പെട്ടി ഉണ്ടാക്കുക, ടെക്സ്റ്റ് ഫോർമാറ്റ്, ടെക്സ്റ്റിൽ സ്റ്റൈൽ കൊടുക്കുക, ഇവിടെ ഒരു പെട്ടി വേറെ, പിന്നെ വേറെ ഫോണ്ട്, വേറെ സൈസ്, അണ്ടർലൈൻ പോലെ ഇവിടെ കൊടുക്കുക. പിന്നെ ഒരു ഡൗവിനെ നമ്മൾ ഉണ്ടാക്കണം ബെസിയർ കർവ് വെച്ചിട്ട്. അപ്പം ഇതിൻ്റെ ഒരു ഫയൽ എൻ്റെ എല്ലാ വർഷം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചത്. പിന്നെ ഉണ്ടോ സർക്കിൾ, ഒരു സർക്കിൾ, അതിനെക്കാളും വലിയ സർക്കിൾ, ഓരോരോ കളറാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ, ഡിഫിക്കൽട്ട് ഒന്നുമല്ല, നമുക്ക് ചെയ്യാം. ബാ, അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ക് സ്കേപ്പ് എടുക്കുന്നു. നിങ്ങൾ ഹോമിൽ വരുന്നു, ആപ്ലിക്കേഷൻസിൽ ഇങ്ക് സ്കേപ്പ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്തോറും എനിക്കും സിമ്പിളാണ്, നിങ്ങൾക്ക് സിമ്പിളാണ്, ഞാൻ ഗ്യാരണ്ടി ചെയ്തു തരാം കേട്ടോ. അത് എപ്പോഴും സിമ്പിൾ ആയിക്കോളൂ. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം നമുക്കറിയാം, ചാടിക്കറി ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ ഷോ പേജ് ബോർഡർ ഓഫ് ആക്കാം. ആ പണി സിമ്പിളായി, അവനെ ഒഴിവാക്കുന്നു. ഇനി എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? ഏറ്റവും പുറത്തുനിന്ന് വർക്ക് ചെയ്ത് തുടങ്ങാം. ഈ ഒരു പെട്ടി, ആ ഒരു പെട്ടി റെക്റ്റാങ്കിൾ ടൂൾ 6, ഒരു പെട്ടി. കളർ വന്നില്ലേ കുഴപ്പമില്ല, ഇതെവിടെ കളർ കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് കളറായത്? ഇതൊരു ഗ്രേയും പച്ച എന്തൊക്കെയോ ഒരു മിക്സ് അല്ലേ. അപ്പോൾ ഒരിക്കലും അത് നമുക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതാണോ? ഇതല്ല, ഇത് അല്ല, ഇവിടെ കിടക്കുന്നൊരു കളറല്ലേ. ഇതാണെന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലേ. ഇതാണോ? ഏകദേശം ഇങ്ങനത്തെ ഒരു എന്തോ ഒരു ചാണക ബ്ലാക്ക്, ഇങ്ങനത്തെ ഒരു കളർ. ഓക്കെ, ഇനി കളറിന് വേണ്ടിയിട്ട് പ്ലീസ് നിങ്ങൾ കുറേ സമയം കളയരുത്. ഓക്കെ, ഈ കളർ മാറിയോണ്ട് ഒരു ടീച്ചർ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഏകദേശം ഇത് കിട്ടി, അതിനേക്കാൾ കുറച്ച് ലൈറ്റർ അല്ലേ. അതിനേക്കാൾ കുറച്ച് ഡാർക്ക്. ഓക്കെ, ഇത് മതി, നമ്മൾ സമ്മതിക്കുന്നു. ഓക്കെ, ഇത് കിട്ടി. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഈ സർക്കിളിൻ്റെ പരിപാടി തുടങ്ങാം. ഓക്കെ, സർക്കിളിൻ്റെ പരിപാടി എന്താണ്? ആദ്യം ഒരു സർക്കിൾ ഈ നെക്കി, എലിപ്സ് നെക്കി. ഓക്കെ, റെക്റ്റാങ്കിൾ എലിപ്സ് നെക്കി. ഞാൻ കൺട്രോൾ നെക്കിയിട്ട് വട്ടം ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി ഇവൻ്റെ കളർ നമുക്ക് ഇത് സൂക്ഷിച്ച് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് തുടങ്ങാം. ഇതാ പുറത്ത് ഒരു സർക്കിൾ ഉണ്ട്, ഉള്ളിലേക്ക്. അപ്പോൾ നമുക്ക് അപ്പോൾ വലുതൊരെണ്ണം ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് എപ്പോഴും കൺട്രോൾ നെക്കി പിടിക്കണ്ട. അപ്പോൾ അവൻ്റെ കളർ എന്താ? അവൻ്റെ കളറ് ഒരു പിങ്ക്. ഓക്കെ, നമുക്ക് ആ റെഡിൻ്റെ ഭാഗങ്ങളിലേക്ക് എന്താ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ പിടിക്കുക, ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നൊരു സർക്കിളായിട്ട് പിടിക്കുക. അപ്പോൾ പണി സിമ്പിൾ. ഇവനേക്ക് ഓക്കെ, അത് വെച്ച് തുടങ്ങാം. ഇനി ഞാൻ ഇവനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്കേക്ക് ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണം കൂടി ഉണ്ട്, പക്ഷെ ഇപ്പം കാണില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ കളർ ഇപ്പം തന്നെ ഒരെണ്ണം ഡാർക്കാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ ചെറുതാക്കുന്നു, പക്ഷേ കൺട്രോൾ നിൽക്കിയിട്ട് കാര്യമില്ല, എനിക്ക് നടുക്കിലേക്ക് കയറാം. അപ്പോൾ ഓൾട്ട് കാര്യമുണ്ട്, ഷിഫ്റ്റ് നിൽക്കുക, സെൻറ്ററിൽ ചെറുതേ ഉണ്ടോ, സെൻറ്ററിൽ ചെറുതേ. വെറുതെ നെക്കി ചെറുതാക്കിയിട്ട് നിങ്ങൾ സെൻറ്റർ ആക്കാൻ നോക്കും, ഭയങ്കര പണിയാട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ചെറുതാക്കുമ്പോൾ ഷിഫ്റ്റ് നിൽക്കുക. എന്തുകൊണ്ട് ഞാൻ കൺട്രോൾ നിൽക്കുന്നില്ല, ഞാൻ ലോക്ക് ചെയ്തു കേട്ടോ. ഇനി നിങ്ങൾ ആ ലോക്ക് ചെയ്തില്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് നിൽക്കി ചെറുതാക്കുക. ഓക്കെ, ചെറുതാക്കി, ഇപ്പോൾ ഒരെണ്ണമായി. ഇനി അടുത്തത്. ഓക്കെ, ആക്ച്വലി ഒരു പിങ്ക്, ഡാർക്ക് റെഡ്, പിന്നെ ഡാർക്ക് ഒരു കുറച്ചുകൂടി ഡാർക്ക് അല്ലേ, നമുക്കിതാ ഇവനെ ആക്കാം. ഓക്കെ, ഇനി ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും ഞാൻ അവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഒരെണ്ണം പുതിയ വന്നിട്ടുണ്ട്. ഞാൻ അവനൊന്ന് ഡാർക്കാക്കി കാണിച്ചാൽ ഇവൻ ഇതാ. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് നെക്കിയിട്ട് ഓക്കെ, സെലക്ഷൻ ടൂള് ഷിഫ്റ്റ് നെക്കി ചെറുതാക്കുന്നു. നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ, കാണുന്നില്ലേ? ഓക്കെ, എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, കളറൊന്ന് മാറ്റുന്നു, ഇത് അടുത്തെടുത്തു, ഷിഫ്റ്റ് നെക്കി ഞാൻ ചെറുതാക്കുന്നു. ഓക്കെ, എത്ര എണ്ണം ഉണ്ട് അങ്ങനെ? 2-3 എണ്ണം കൂടി ഉണ്ടല്ലേ. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, കളറ് ഒന്നുകൂടി ഡാർക്കാക്കി ഷിഫ്റ്റ് നെക്കി ചെറുതാക്കുന്നു. ഓക്കെ, ഒരെണ്ണം കൂടി പിടിക്കുക, ഒരു ബ്രൗണിലേക്ക് എത്തുന്നവരെ അങ്ങനെ ചെയ്തേക്കാം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, ഷിഫ്റ്റ് നെക്കി ചെറുതാക്കുന്നു. അവനെ കാണുന്നില്ലെങ്കിൽ ഇതാ ബ്രൗൺ ആക്കി. എന്താ സ്റ്റൈലായില്ലേ.
ഷിഫ്റ്റ് 0 ഷിഫ്റ്റ് പ്ലസ് ഞെക്കിയാൽ സൂം ഇൻ സൂം ഔട്ട് ഷിഫ്റ്റ് മൈനസ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ കിട്ടി ഏകദേശം മതി. എനിക്കറിയാം നടുക്കത്ത് അത്ര വലുതല്ല, അത് മാച്ച് ആവുന്നില്ല, ആ ഓരോന്നിൻ്റെ കട്ടി കുറച്ചുകൂടി കുറവാണ്, അതൊന്നും വിഷയമില്ല. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയെന്ന് ടീച്ചർ നോക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, എല്ലാം സെലക്ട് ചെയ്തു ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഇവൻ ഒരു വട്ടത്തിൽ നിന്നോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടി തീർന്ന് കിട്ടി. ഓക്കെ, ഇവരൊക്കെ സെൻട്രൽ ചെയ്യേണ്ട കാരണം നമ്മൾ ഷിഫ്റ്റിനൊക്കെ വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവനെ കുറച്ചുകൂടി വലുതാക്കാം നമ്മുടെ മാച്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇവിടെ ആ സംഭവം. ഇനി നമുക്ക് വേണ്ടത് ഈ പൂക്കളും ഈ ഇതും ഉണ്ടാക്കാൻ. അപ്പം ഞാനത് റഫായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം എനിക്കതിൻ്റെ ആർട്ടിസ്റ്റിക് സ്കിൽസും ഇല്ല. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾ എന്തായാലും ഇത്രയും ടഫ് ക്വസ്റ്റ്യൻ വരുമല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് ആ പ്രാവിനെ ഉണ്ടാക്കണം. ഓക്കെ, ഞാനൊരു പ്രാവിനെ ഉണ്ടാക്കാൻ പോവാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഈ ടൂൾ ഉപയോഗിക്കണം. പഠിച്ചോ? ബെസിയർ കർവ് B ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഒരുമിച്ച് ഉപയോഗിച്ച് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇവനെ അങ്ങ് ഇവിടെ വെക്കാം. അതിന് മേലെ വരയ്ക്കാം. ഒരു കളർ വേണ്ടേ? ഓക്കെ, നമ്മുടെ ഈ ബെസിയർ ടൂൾ വെച്ച് എത്ര വരയ്ക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കളർ ആദ്യം സെലക്ട് ചെയ്തിട്ട് വൈറ്റ്. ഓക്കെ, ഞാൻ എങ്ങനെയാണ് അത് ഡിലീറ്റ് ആക്കിയപ്പോഴേ ഞാൻ കൺട്രോൾ സെറ്റ് നോക്കി കേട്ടോ. ഓക്കെ, ഒരു ഇത് വന്നു, ഒരു സെക്കൻഡ്, അതങ്ങനെ തന്നെ വര വന്നു അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി കളർ മാറ്റാൻ പറ്റുമോ? ഓക്കെ, അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ മേലെ വരയ്ക്കുന്നില്ല. ഞാൻ ഈ വൈറ്റിൽ തന്നെ വലുതായിട്ട് വരയ്ക്കാം. ഓക്കെ, ബെസിയർ കർവ് എടുത്തു, ബ്ലാക്ക് ഞെക്കി. ബ്ലാക്ക് ഞാൻ പിന്നെ വൈറ്റ് ആക്കും കേട്ടോ. ഇത് ആദ്യം ഇങ്ങനെ. ഓക്കെ ഓക്കെ, ചുണ്ട്. ഓക്കെ, പക്ഷി പോലെയൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, മോശമൊന്നുമില്ല. ഇനി ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ, ഏകദേശം ഒരു പക്ഷി പോലെ ഉണ്ട്, നിങ്ങൾ സമ്മതിക്കണം പ്ലീസ്. എന്നിട്ട് ഞാനിവിടെ ഇതും കൂടി വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതായി. ഓക്കെ, ഇനി എൻ്റെ പക്ഷി കുറച്ച് ദാരിദ്ര്യമുള്ള പക്ഷിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇനി ഈ പക്ഷിനെ ഞാൻ ഗ്രൂപ്പാക്കുന്നു. ഗ്രൂപ്പാക്കട്ടെ. അല്ല, ആദ്യം ഞാൻ വൈറ്റ് പിന്നെ ആക്കാം, കാരണം ഇപ്പോൾ വൈറ്റ് ആക്കിയൊന്നും കാണില്ല. ഓക്കെ, ഇനി വൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, അയ്യോ വാല് കൊടുങ്ങിയില്ല ഗ്രൂപ്പിൽ. ഒന്നുകൂടി ഗ്രൂപ്പാക്കട്ടെ. ഗ്രൂപ്പാക്കി ഇനി വൈറ്റ് ആക്കാൻ എനിക്ക് വൈറ്റ് ഞാൻ ഇവിടെ ആക്കിയിട്ടാക്കാം, എനിക്ക് കാണാമല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ ചുണ്ടിൽ ഒരു പൂക്കളുണ്ട്, അതും കൂടി നമുക്ക് ഉണ്ടാക്കി കളയാം. വേറെ ഗ്രൂപ്പാക്കാം. ഒരു വര, അതിൻ്റെ തൊട്ട് 2 ഈ ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബെസിയർ കർവ് എടുക്കുന്നു. ഞാൻ ഈ പ്രാവശ്യം റെഡ് കളർ എടുക്കുന്നു, ഒരു ഡിഫറൻസ് വേണ്ടിയിട്ട്. ഓക്കെ, അത്രയും ഓക്കെ, കുഴപ്പമില്ല. അതിൻ്റെ കട്ടിയൊക്കെ ഇവിടുന്ന് കുറയ്ക്കാം കേട്ടോ. ഞാൻ വിടുത്തുനിന്ന് കുറയ്ക്കാം. 1 എടുക്കട്ടെ. 1 ഇങ്ങനെ ഉണ്ടോ നോക്കാം. 1 കുറച്ച് കുറഞ്ഞു പോയി. 2 എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഓരോ ടൂൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഷേപ്പുകളാണ് വേണ്ട. ആ ഷേപ്പുകൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. ഒന്നുകിൽ എലിപ്സ് ഈ ടൂളിൽ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അത് മതി. അതിന് എത്രയൊക്കെ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി ഈ ടൂളിൽ വരുന്നു. നമുക്ക് ഇവനെടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം. ഞാൻ സൂം ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ആ പൂക്കൾ മാത്രം. അയ്യോ, ഞാൻ സൂം ചെയ്തത് എങ്ങോട്ടാണ്? ഭയങ്കര സൂം ആയിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് ഇവനെ ചെറുതാക്കുന്നു. പെറ്റൽസ് കേട്ടോ. ഈ എലിപ്സ് ടൂൾ വെച്ച് ചെയ്തത് ഓരോന്നിങ്ങനെ ചെരിച്ചു. ഇതെങ്ങനെ ചെരിക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം നെക്കുക, വലുതാക്കാൻ ചെറുതാക്കാനുള്ള സാധനം കിട്ടും. ഒന്നും കൂടി അവനെ നെക്കുക, ഈ ചെരിക്കാനുള്ള കിട്ടും. ബോർഡർ ഉണ്ടോ? അതാ. അപ്പോൾ ഇവനെ ഞാൻ ചെരിച്ചു, ഇവിടെ വെക്കുന്നു. കുറച്ചുകൂടിയും ചെറുതാക്കാം ഒന്നുകൂടിയും. ഓക്കെ, റെഡി. അത് കിട്ടി. കളറൊക്കെ നമുക്ക് അവസാനം ശരിയാക്കാം കേട്ടോ. ഒന്നുകൂടി എനിക്കിത് ചെരിച്ചു. ഇനി ഇവനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. മേലൊരെണ്ണം വേണ്ടി വരുമല്ലോ. മേലെ 3 എണ്ണം വേണമല്ലോ. 3 എണ്ണം ഏകദേശം വേണം. ഓരോ ചെരുവൊക്കെ കൊടുക്കാം. അതൊക്കെ നമുക്ക് പിന്നെ സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. മേലെ അയ്യോ ഡ്യൂപ്ലിക്കേറ്റ് ആയില്ലേ? റൈറ്റ് ക്ലിക്ക്, ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. അവനെ നമുക്ക് ഒന്നും കൂടി ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ചെരിക്കാം. ഓക്കെ, ഈ സൈഡായി. ഇനി മേലെ ഒരെണ്ണം വേണം. വീണ്ടും ഞാൻ ഇവരെന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഇവനെ ഒന്നുകൂടി ഇങ്ങോട്ടങ്ങ് തിരിക്കുന്നു. ഇതാ, ഇങ്ങോട്ട് തിരിച്ചു, ഇവിടെ വെച്ചു. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുകൂടി തിരിക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ അവരെക്കാളും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചെറിയൊരു സംശയമുണ്ട്. ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടും അല്ലേ? നിങ്ങൾ അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അഗ്രി എന്ന് പറയൂ. ഓക്കെ, ഇതൊക്കെ ആയി പൂക്കളായി. ഇനി എന്ത് ചെയ്യുന്നു? എല്ലാവരും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, ഗ്രൂപ്പ് നിൽക്കുന്നു. ഗ്രൂപ്പ് എവിടെ പോയി? ഇവിടെ ഗ്രൂപ്പ്. ഇനി മഞ്ഞ കളർ കൊടുക്കാം. ഓക്കെ, മഞ്ഞ കളർ ഇവിടെ കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മറ്റേത് കണ്ടോളൂ. ഓക്കെ, ഇനി ഇവൻ്റെ ചുണ്ടിൽ കൊണ്ടേ വെക്കണം. ഓക്കെ, അതൊക്കെ എല്ലാം കൂടി ഞാൻ ഇവർ 2 സൈഡ് ഇങ്ങോട്ട് വെക്കുന്നു. നമുക്ക് കളറൊന്ന് മനസ്സിലാക്കാൻ. ഈ ചെടീനല്ല ചിറകിനല്ല പ്രാവിനല്ല ഈ പക്ഷീനെ ഞാൻ വൈറ്റ് ആക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? നമുക്ക് ആ സൈസിലേക്കൊക്കെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അയ്യോ ഇവിടെ
നമ്മുടെ പക്ഷിനെ മറക്കരുത്, പൂവിനെയും മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട സൈസിലേക്ക് എല്ലാം കൊണ്ടുവരാം. ആദ്യം ഇവനെ അങ്ങ് ചെറുതാക്കട്ടെ, നന്നായിട്ട് ചെറുതാക്കി. ഇപ്പം ഏകദേശം മാച്ച് ആവുന്നുണ്ട്. നമുക്ക് എല്ലാം വെച്ച് നോക്കാം. ഇവനെ നന്നായിട്ട് ചെറുതാക്കണം. ഓക്കെ, ഇത് കിട്ടി. ഓക്കെ, ഇനി ഷിഫ്റ്റ് പ്ലസ്. ഓക്കെ, ഈ സാധനം, ഈ വട്ടം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി കുറേ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഈ വട്ടം കൊണ്ടുവരുന്ന വട്ടം ആദ്യം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും കേട്ടോ. എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ഒബ്ജക്റ്റിൽ ഇതുണ്ടോ, ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, റേസ് ടു ടോപ്പ്, ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. നിങ്ങൾ ഈ വട്ടം കൊണ്ടുവരുമ്പോൾ പക്ഷീൻ്റെ മേലെ വട്ടം വരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ആ സാധനം നിൽക്കുക, അവനെ താഴ്ത്താം. ലോവർ എന്ന് പറയുമ്പോൾ പേജ് ഡൗൺ. ഞാനിപ്പോൾ ഈ വട്ടത്തിനെ എനിക്ക് താഴ്ത്തണം, ഏറ്റവും താഴെയല്ല, ഈ ബ്ലാക്ക് പോലത്തെ പെട്ടീൻ്റെ മുൻപിൽ, പക്ഷേ പക്ഷീനെ. അപ്പോൾ ഞാൻ പേജ് ഡൗൺ, എൻ്റെ കീബോർഡിൽ പേജ് ഡൗൺ ഇതുണ്ട്. ഓരോന്നിനും മേലെയും താഴേക്ക് ആയിട്ട് വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നോക്കി. അതേപോലെ നിങ്ങൾക്ക് ഈ പക്ഷീനെ നോക്കിയിട്ട് മേലേക്ക് കൊണ്ടുവരാം, താഴേക്ക് കൊണ്ടുവരാം, പേജ് അപ്പ് പേജ് ഡൗൺ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ വന്നിട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ സൈസ് വെച്ച് നോക്കിയാൽ പക്ഷിക്ക് ശരിക്കും പറഞ്ഞാൽ കട്ടി കുറച്ചുകൂടി കൂടുതലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, അതൊക്കെ എൻ്റെ ടീച്ചറും ഞാനും സഹിച്ചോളും. ഓക്കെ, ഇവിടെ വെക്കുന്നു. ഓക്കെ, വട്ടം ഇത്രയും വലിപ്പം വേണ്ട. വട്ടം ഇവനെ ഒന്ന് സെൻറ്റർ ആക്കട്ടെ. ഇനി എനിക്ക് സെൻറ്റർ ആക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. സെൻറ്ററും അല്ല എൻ്റെ ഒക്കെ ഇത് തുടങ്ങി. ഇനി പക്ഷീനെ ഏകദേശം ഈ വലുപ്പത്തിൽ അങ്ങ് വെക്കുന്നു. പക്ഷി ഏകദേശം ഇത്രയല്ലേ? ഓക്കെ, ചെറുതായിട്ട് പൂവൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പൂവ് വലുതാക്കാം. പക്ഷീനെ ഒന്ന് വലുതാക്കാം ചെറുതായിട്ട്. ഒരു 3D എഫക്റ്റ് കിട്ടിക്കോട്ടാ. എൻ്റെ അമ്മേ, അടിപൊളി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവന്മാരെല്ലാവരെയും ഈ പൂവ് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരെയും സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ ചെയ്താൽ പൂവും സെൻറ്റർ ആവും. അപ്പോൾ പൂവിനെ ഞാൻ എടുത്ത് മാറ്റുന്നത്, ബാക്കിയെല്ലാം സെൻറ്ററായി വെർട്ടിക്കൽ ആക്സിസിൽ. ഓക്കെ, ഇത് ഈ പക്ഷി കുറച്ചുകൂടി പൊങ്ങട്ടെ, പൂവും കുറച്ചുകൂടി പൊങ്ങട്ടെ, സ്റ്റൈലായി. ഓക്കെ, ഇത്രയായി. ഓക്കെ, ഇനി ഇത് ഗ്രൂപ്പ് ചെയ്യാനിരിക്കട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫയലൊക്കെ സേവ് ചെയ്ത് വെക്കാം. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് സേവ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ സേവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇത് വല്ല കമ്പ്യൂട്ടർ ഓഫായി പോവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ 8386_3. ഓക്കെ, ബേർഡിന്ന് കൊടുക്കുകയാണ്, എനിക്ക് മനസ്സിലാക്കാൻ അല്ല. സേ നോ ടു വോർ. ഓക്കെ, ഞാൻ ഇടുകയാണ്. ഇപ്പോൾ എക്സാമിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയില്ല, ഇൻ കേസ് അടിച്ചു പോയാൽ കിട്ടുമല്ലോ എനിക്ക്. ഇനി സേ നോ ടു വാർ. ഓരോ ടൈപ്പ്, ഇത് ടൈപ്പോഗ്രഫി നമുക്ക് പഠിക്കേണ്ടത്. ടൈപ്പ് ചെയ്യുന്നു. ആദ്യം സേ നോ, SAY ക്യാപിറ്റൽ SAY നോ. ഓക്കെ, അവൻ നമുക്ക് ഒരു ബോൾഡ് ഫോണ്ടാണ്. എന്താണേലും ഫോണ്ട് ഏതാണെന്ന് കൊടുക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അവൻ്റെ കളറ്, ഈ പിങ്ക് കളറ്, ആ കളറാണോ ഏകദേശം അത്രയും കറക്റ്റായിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കളറ് ഏതായിരിക്കും? ഇത് ഏകദേശം ഓക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി അവനെ വലുതാക്കുന്നു. ഓക്കെ, സേ നോ. ഇനി ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഫോണ്ട് അല്ലേ, കുറച്ചുകൂടി ഇവൻ ആക്ച്വലി കുറച്ചുകൂടി നീളം കൂടിയ ടൈപ്പ് ഫോണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, ഇവനെ പിടിച്ചിട്ട് ഇവിടെ അങ്ങ് പിടിച്ച് വലിച്ചാൽ ഇവെന്താ കുറച്ചുകൂടി മെലിഞ്ഞു. ഓക്കെ, ഇങ്ങനെ വേണേൽ ചെയ്യാം. അല്ലെങ്കിൽ ഫോണ്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയതാ, ഇവിടെ ലൈൻ സ്പേസിങ്, വേർഡ് സ്പേസിങ്, ഗ്യാപ്പ് കുറച്ചാലും മതി. ഉണ്ടോ, ഈ ഗ്യാപ്പ് കുറച്ചാലും മതി. ഇതല്ല ആക്ച്വലി ഓരോ സംഭവം ഉണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, നമുക്കതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഇവനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് വലിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണ്ടൊന്ന് മാറ്റി നോക്കിയാൽ മതി. സേനോ. ഇനി ഇവനെ ഞാൻ ഈ പേജായിട്ട് സെൻറ്റർ ആക്കുന്നു. ഓക്കെ, ഇനി ടു എന്ന് പറഞ്ഞൊരു പെട്ടീനുള്ളിൽ, അപ്പോൾ ഞാനൊരു പെട്ടി ഇടുന്നു. ഓക്കെ, ഒരു പെട്ടി റെക്റ്റാങ്കിൾ വരച്ചു, ഒരെണ്ണം മതി. അതിൻ്റെ കളർ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കുന്നു. ലൈറ്റ് ബ്ലൂ ഇവിടെ പോയി, ഇത് ലൈറ്റ് ബ്ലൂ അല്ലേ? ഓക്കെ, ചെറുതാക്കുന്നു, അവനെ സെൻറ്റർ ആക്കുന്നു, ഉറപ്പിക്കുന്നു, സെൻറ്ററാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ വെറുതെ 2 വൈറ്റ് ക്യാപ്സ് ഓൺ ആക്കണം. 2 അവനെ സെലക്ട് ചെയ്തു. ബോൾഡ് ആക്കണം, എന്താണെങ്കിലും ഇതെല്ലാം ബോൾഡിലാണ്. വൈറ്റ് ആക്കണം. വൈറ്റാണ് ബ്ലാക്ക് ആയിരുന്നു? ബോൾഡ് അല്ല, നീളം കൂടിയൊരു സാധനമാണ്. അപ്പോൾ ഇവനെ സെലക്ട് ചെയ്തു. അടില്ലേ, സമയം എടുക്കും ഓരോ പരിപാടിക്ക്. സെലക്ട് ചെയ്യുന്നു. അയ്യോ, സൂം ചെയ്യട്ടെ, ഷിഫ്റ്റ്. ഓക്കെ, ഇവനെ നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ ഇവനാക്കാം. കുറച്ചുകൂടി ഡാർക്ക് ആക്കണം, അല്ല വൈറ്റ് കാണില്ല. നിങ്ങളുടെ ടീച്ചർ ശരിക്കും നിങ്ങൾ മറന്നു വരുന്നു. ഓക്കെ, ഏകദേശം ഇങ്ങനെ ഇരിക്കട്ടെ. ഇവനെ നമുക്ക് വൈറ്റ്, പക്ഷേ നീട്ടം കൂട്ടണം. വലുതാക്കാം ആദ്യം, എന്നിട്ട് നീട്ടം മാത്രം കൂട്ടുക. സേ നോ ടു. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? വാർ. ഞാൻ ഇവനെ അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്, പണി കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ കൺട്രോൾ നീക്കുമ്പോൾ അവിടെ തന്നെ ഇനി വാർ. WAR. അയ്യോ, WAR. ഇനി അവൻ്റെ കളർ ആദ്യം ഒന്ന് കൊടുത്തേക്കാം, മഞ്ഞ കളറ്. ഈ മഞ്ഞയാണോ? ആ മഞ്ഞ തന്നെ. ഓക്കെ,
ഇനി നമുക്ക് പിന്നെ വലുതാക്കാം. ഓക്കെ, ഏകദേശം സേ നോവിനെക്കാട്ടും വലുത് വേണം അല്ലേ? സേ നോവിനെക്കാട്ടും വലുത് വേണം. ആൻഡ് ടച്ചും ചെയ്യണം ഏകദേശം ടച്ചും ചെയ്യുന്ന പോലെ അല്ലേ? ഓക്കെ. ഇനി പ്രശ്നം എന്താണ്? വാർ 2ൻ്റെ മേലെ, പക്ഷേ ഇവിടെ 2 ആണ് ഏറ്റവും മുമ്പിലുള്ളത് അല്ലേ? അപ്പോൾ 2ഉം ഇവനെ ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നു, ആ പെട്ടിയും ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അവരെ മേലേക്ക് കൊണ്ടുവരാൻ അവരെ നിൽക്കിയിട്ട് പേജ് അപ്പ് നിൽക്കുന്നു. ഓക്കെ, അല്ലെ പേജ് ഡൗണിലേക്ക് താഴേക്ക് പോകും, പേജ് അപ്പ് നിൽക്കുക, മേലേക്ക് പോകും. അതൊക്കെ എല്ലാത്തിനെയും മേലെ അല്ലേ? സേൻ്റെയും മേലെയാണ് ഇത് മേലെ. അപ്പോൾ ഞാൻ കുറച്ച് ചെറുതാക്കുന്നു. ഓക്കെ, ആ പെട്ടി എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല ഞാൻ കൊടുത്ത കളറ്. ഓക്കെ, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ആ പെട്ടീൻ്റെ കളർ ലൈറ്റ് ബ്ലൂ ആയിരുന്നു വേണ്ടത്. ഇതിലൊന്നും നിങ്ങൾ എക്സാമിന് ആക്ച്വലി സമയം കളയരുത്, ഞാൻ കളയുന്ന പോലെ. ഓക്കെ, ഇപ്പോൾ ഏകദേശം എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഓർ ഇങ്ങോട്ട് കൊടുത്തു. ഇത് സെൻട്രൽ ലൈൻഡ് ആണോ നോക്കുക, പേജായിട്ട് ആണ്. ഓക്കെ, ഇനി എല്ലാ സാധനങ്ങളും നോക്കിയതാ. അയ്യോ, കളർ മാറിപ്പോൾ ചെറുതായിട്ട്. ഇവിടെ ഓക്കെ, എന്ത് സംഭവിച്ചു ചെറുതായിട്ട്. അപ്പോൾ റെഡി. ഓക്കെ, സേ നോ ടു വാർ ഇവനെ. ഇനി August 6 ഇനി നമുക്ക് വേണമെങ്കിൽ ഇവന്മാരെ ഇത് കണ്ടോ, ഈ സാധനം മൊത്തം നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് കൊടുത്തോ, എന്നിട്ട് ഈ പേജായിട്ട് സെൻറ്റർ ഒന്ന് ഉറപ്പിച്ചോ. കറക്റ്റാണ്. ഇന്ന് നോക്കിയാൽ August 6 ഒരു വര ഇങ്ങോട്ടും വര ഇങ്ങോട്ടും August 6. അത് നമുക്ക് വേണം ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം അല്ലേ? ടൈപ്പായിരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ടാവുക. ടൈപ്പ് നിൽക്കുന്നു, ഞാൻ കുറേ ഡോട്ട്സ് ഇടുന്നു. ഓക്കെ, അത് ഷിഫ്റ്റ് നോക്കിയിട്ട് കോപ്പി ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് റൈറ്റിൽ August 6. ആ ഫോണ്ട് ഒരു രസമുള്ള ഫോണ്ടാണ്. എനിക്ക് ആ ഫോണ്ട് കിട്ടുമോ നോക്കണം ഒറ്റയടിക്ക്. അയ്യോ, എനിക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളങ്ങ് ചെയ്തോ. നിങ്ങളുടെ ചിലപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും ഏത് ഫോണ്ടാണ്. ഓക്കെ, സെൻറ്ററാക്കി മഞ്ഞ കളറാക്കി. ഓക്കെ, August 6. താഴെ അതിൻ്റെ താഴെ ഒരു ഹിറോഷിമ ഉണ്ട്. ഞാൻ ഇവനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്, കാരണം സെയിം സൈസാണ് എനിക്ക് വേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അയ്യോ, പിന്നെ ആക്ച്വലി ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റുമേ. അങ്ങനെയാണെങ്കിൽ അവർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവനല്ല ലോക്ക് സെലക്റ്റഡ് ഒബ്ജക്ട്സ്. അങ്ങനെയാകുമ്പോൾ ഇതിനി മാറില്ല, ആ ശല്യം പോവും അവിടെ തന്നെ. അപ്പോൾ അല്ലെങ്കിൽ മാറുമ്പോൾ ഇപ്പോഴൊരു ശല്യമല്ലേ, നമ്മൾ അറിയാണ്ട് നിൽക്കി പോകുന്നത്. ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവനെ സെലക്ട് ചെയ്യാം. ഹിറോഷിമ ഡേ. അത് വൈറ്റ് കളറിൽ സെൻറ്റർ ആക്കണം. ഓക്കെ, വൈറ്റ് കളർ ആൻഡ് സെൻറ്റർ ഓഫ് ദ പേജ്. അപ്പോൾ ലോക്ക് ചെയ്ത ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് അവനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും അൺലോക്സ് ഒബ്ജക്ട്സ് ബിലോ. ഇവനെയും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ലോക്ക് ചെയ്താലും പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഹിറോഷിമ ഡേ. ഓക്കെ, ഹിറോഷിമ ഡേ. അപ്പോൾ എന്തോ ഈ August 6 മാച്ച് ആണല്ലോ. August 6 സെൻട്രൽ ലൈൻഡ് ആണോ? സെൻട്രൽ ലൈൻഡ് ശരിയാണ്. ഓക്കെ, അപ്പോൾ August 6 ഇതായത് എല്ലാം കഴിഞ്ഞു. എല്ലാം സെറ്റ് കഴിഞ്ഞാൽ എല്ലാം കൺട്രോൾ നിൽക്കുക, ഗ്രൂപ്പ് കൊടുക്കുക, കഴിഞ്ഞു. ഞാനിപ്പം ഒരു പ്രാവശ്യം സേവ് ആസ് കൊടുത്തോണ്ട് എനിക്ക് ആ ഫയൽ തന്നെ ഒന്നുകൂടി സേവ് ചെയ്യാം. Ctrl S നിൽക്കുക, അതായത് സേവ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫയലിൽ വരിക, സേവ് കൊടുക്കുക. ഇനി ഞാൻ ഒന്നുകൂടി സേവ് ആസ് കൊടുക്കുക. എനിക്ക് എക്സാമിന് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ 8086_3 ഇങ്ങനെയാണ് സേവ് ചെയ്യുക. ഇനി PNG ആയിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവനെ സെലക്ട് ചെയ്തു, ഫയൽ എക്സ്പോർട്ട് PNG ഇമേജ് സെലക്ഷൻ ആണെന്ന് ഉറപ്പിക്കുക. എന്നിട്ട് എക്സ്പോർട്ട് ആസ് കൊടുക്കണം. ഇവിടെ 8086_3 സെയിം ഫോൾഡറിൽ തന്നെ. ഓക്കെ, സേ നോ ടു വാർ സെറ്റ് വരച്ചു ബ്യൂട്ടിഫുൾ ആയിട്ട്. ഓക്കെ, ഇതും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 3 ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇത്രയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റ് ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക മക്കളെ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മൊത്തം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന സാധനം. ടെക്സ്റ്റ് ബുക്കിൽ പക്ഷേ ചെടി എന്താണ് പക്ഷേ അങ്ങോട്ടാണോ പറക്കുന്നത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട മക്കളെ, ഇപ്പോൾ ഫീസ് കുറച്ചിട്ടുണ്ട്, ആ കാര്യം മറക്കണ്ട. ഈ 2 നമ്പറിൽ ഏതെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, റെഡി. ഇനി ലാസ്റ്റ് കാര്യമാണ് നമ്മുടെ ഒരു ഇങ്ക്സ്കേപ്പിൽ നമുക്ക് എന്താണ് ഈ മോഡൽ ഉണ്ടാക്കാം. ബേസിക്കലി 3D മോഡലിന് ടൈപ്പ് ചെയ്യാം. ആ വര ബെസിയർ കർവ് വെച്ച് ഉണ്ടാക്കുക. ഈ ഷേപ്പ് എങ്ങനെ ചെയ്യുക? 2 സർക്കിൾ എടുക്കുക. 2 സർക്കിൾ എടുത്തിട്ട് ഇൻ്റർസെക്റ്റ് കൊടുക്കുക. ഓക്കെ, പാത്ത് ഡിഫറൻസ് നമ്മൾ പഠിക്കും. ഇത് നമ്മൾ എന്താണ് റേഡിയൽ ഗ്രേഡിയൻ്റ് പഠിക്കും. റേഡിയൽ ഗ്രേഡിയൻ്റ് അതിൻ്റെ ഒരു ഷാഡോ. ഓക്കെ, ഒരു ഷാഡോ നമ്മൾ പഠിക്കും. ഓക്കെ, അത് റേഡിയൽ ഔട്ട്വേർഡ് ഗ്രേഡിയൻ്റ് ആണ്, അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഓരോ പുതിയ ടൂൾസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവനെ ചെറുതാക്കാം. ഇങ്ക്സ്കേപ്പ് എടുക്കുന്നു. ഓക്കെ, ഇങ്ക്സ്കേപ്പ് എടുക്കുന്നു. വീണ്ടും പേജിൽ ഫയലിൽ വരുന്നു. ഇതൊക്കെ നമുക്കിപ്പോൾ നിസ്സാര പരിപാടി കേട്ടോ. അതാ പേജ് ബോർഡർ ഓഫ് ആക്കുന്നു. ഓക്കെ, ഇവനെ ക്ലോസ് ചെയ്യുന്നു, ഇവനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഗ്രേ പെട്ടി നമുക്ക് അവസാനം ഉണ്ടാക്കാം അല്ലേ. നമുക്ക് ഈ സ്ഫിയർ ഉണ്ടാക്കാം. ആദ്യം എലിപ്സ് എടുക്കുന്നു. ഞാൻ കൺട്രോൾ ഞെക്കി വലുതാക്കുന്നു. ഓക്കെ, കളർ കാണുന്നില്ല, കുഴപ്പമില്ല, ഞാൻ ബ്ലാക്ക് കൊടുത്തു. കൺട്രോൾ ഞെക്കി വലുതാക്കി. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻ കേസ് നിങ്ങളുടെ സർക്കിൾ ചപ്പിളിയാണ് എന്താ ചെയ്യേണ്ടത്, സർക്കിൾ സെലക്ട് ചെയ്യുക.
ഈ വിഡ്ത്തും ഹൈറ്റും സെയിം നമ്പർ 100 ആയിക്കോട്ടെ, 100 കൊടുക്കുക. ഓക്കെ, രണ്ടും സെയിം നമ്പർ, 100 ഇത് പറ്റില്ല. അപ്പോൾ ഇവർ സെറ്റായി, സെയിം സാധനം. ഇനി എന്ത് ചെയ്യുക, അവർ ലോക്കും കൊടുത്താൽ പണി സിമ്പിളായി. ഇനി ഒരിക്കലും അവർ ചപ്ലി ആവില്ല. ഓക്കെ, സർക്കിൾ കിട്ടി. ഇനി നമുക്ക് ആ സർക്കിളിലെ കളറ് ലൈറ്റ്, ഇപ്പോൾ നോക്കിയാൽ ലൈറ്റ് ബ്ലൂവിൽ നിന്ന് ഡാർക്ക് ബ്ലൂവിലേക്ക് വെറുതെ പോവല്ല, അതിന് വട്ടത്തില്ല. ലൈറ്റ് ബ്ലൂവിൽ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്. ലൈറ്റ് ബ്ലൂവിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറയും. ഓക്കെ, ലൈറ്റ് ബ്ലൂവിൽ നിന്ന് ഡാർക്ക് ബ്ലൂവിലേക്ക് വട്ടത്തിലേക്കാണ് പോകുന്നത്, അത് സെൻറ്റർ മാത്രം. അപ്പോൾ നമ്മൾ ഇവനെ ക്ലിക്ക് ചെയ്യുന്നു, ഒബ്ജക്റ്റ് വരുന്നു, ഫിൽ ആൻഡ് സ്ട്രോക്ക് വരുന്നു. ഓക്കെ, ഫിൽ ആൻഡ് സ്ട്രോക്ക് നമുക്ക് ഫില്ലാണ് മാറ്റേണ്ടത്. ഓക്കെ, ഫില്ല് ഒഴിവാക്കല്ലേ, ഇതാണ് ലീനിയർ ഗ്രേഡിയൻ്റ്, ഒരു കളറിന് മറ്റേ കളറിലേക്ക്. ഓക്കെ, എന്നിട്ട് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ നോഡൊക്കെ മാറ്റാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നോഡ് മാറ്റാം, അല്ലെങ്കിൽ നോഡ് ടൂളിലേക്ക് വേണം നമുക്ക് ഡയറക്ഷനൊക്കെ സെറ്റ് ചെയ്യാം. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് റേഡിയൽ ഗ്രേഡിയൻ്റ് ഇപ്പം എന്താണ്, ലൈറ്റ് നമുക്ക് നടുക്കിൽ ലൈറ്റ് ബ്ലൂവും പുറത്തേക്ക് ഡാർക്ക് ബ്ലൂവാണ് വേണ്ടത് അല്ലേ. അപ്പം നമുക്ക് അത് നടുക്കെന്ന് പറയുമ്പോൾ ഇവിടെ അല്ലല്ലോ നടുവ്, ഇവിടെ ആയിരുന്നില്ല നടുവ്, അതാണ് നടുവ് വേണ്ടത്. നമുക്ക് ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക, ഇങ്ങോട്ട് നീട്ടി, ഇങ്ങോട്ടൊക്കെ കാണണം അല്ലേ, ഇങ്ങോട്ടും കാണണം, ആ സ്ഫിയർ മൊത്തം കാണണം. ഓക്കെ, ഇങ്ങനെയാണ് ഏകദേശം. നടുക്കിലെ നോഡ് നിൽക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം പോയെന്ന് വിചാരിച്ചു എന്താ ചെയ്യുക, ഇവനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നോഡ് കിട്ടിക്കോളും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നോഡ് സെലക്ട് ചെയ്ത് നോഡ് കിട്ടിക്കോളും. ഓക്കെ, ഈ നോഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ നോഡ് സെലക്ട് ചെയ്തിട്ട് ആ നോഡ് സെലക്ട് ചെയ്യണേ. അപ്പോൾ ഇവനെ വെറുതെ ഇവനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പോരാ, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഈ നോഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ കളർ ടൂൾസ് വരും. അപ്പോൾ കളർ ടൂൾസ് നമുക്ക് നടുക്കിൽ എന്തായിരുന്നു, ബ്ലൂ എടുത്തേ, ബ്ലൂവിൽ ഇതാണ് നമുക്ക് വേണ്ട ബ്ലൂ, അതിൽ ലൈറ്റ് കൊടുക്കുക, ലൈറ്റ്. ഓക്കെ, ഇത് ഡാർക്ക് ബ്ലൂ, അതല്ല നമുക്ക് വേണ്ട. ഇപ്പോൾ ലൈറ്റ് ബ്ലൂ ഇതാണെന്ന് വിചാരിച്ചോ, അപ്പോൾ കാണുമ്പോൾ തോന്നില്ല. ഇനി നമുക്ക് ഈ അറ്റത്തെ നോഡ് സെലക്ട് ചെയ്ത് അറ്റത്തെ നോഡ് സെലക്ട് ചെയ്ത് സെയിം ബ്ലൂവിലേക്ക് വരിക, ഡാർക്കിലേക്ക് വരിക, ഡാർക്കിലേക്ക്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ കളർ വരാത്തത്, ഞാൻ ബ്ലാക്ക് കൊടുത്താലും വൈറ്റ് കൊടുത്താലും ഒരു കളർ വരുന്നില്ല? കാരണം എന്താണ്, അവൻ്റെ ഒപ്പാസിറ്റി കുറവാണ്. ഇപ്പോൾ താഴേക്ക് ഇതാണ്, താഴെ ഒരു ബ്ലർ ഉണ്ട്, ഒപ്പാസിറ്റി ഉണ്ട്. ഇവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര കട്ടയ്ക്കാണ് കളർ ഉള്ളതെന്നാണ്. ഒപ്പാസിറ്റി 0 എന്ന് പറഞ്ഞാൽ ഫുൾ ട്രാൻസ്പെറൻറ്റ്, 100% ട്രാൻസ്പെറൻറ്റ്. ഒപ്പാസിറ്റി 100 എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് 0, മൊത്തം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡാർക്ക് ബ്ലൂവിലേക്ക് ഞാൻ അങ്ങനെ കൊടുത്തു. ഓക്കെ, ഇത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നടുക്കത്തെ കുറച്ചുകൂടി ഒരു വൃത്തിയുള്ളത് എന്താ, നമുക്കൊരു കുറച്ചുകൂടി ഒരു ഈ ബ്ലൂവിലേക്കാണ് കാണുന്നത് അല്ലേ. അതാ ഇപ്പോൾ ഒരു കുറച്ചുകൂടി രസമായല്ലോ. ഓക്കെ, ഇപ്പോൾ ഒരു 3D ഫീൽ കിട്ടുന്നുണ്ടോ? ഈ 3D ഫീൽ കുറച്ചുകൂടി കിട്ടാൻ എന്ത് ചെയ്യുക, ഈ നോഡ് കുറച്ചുകൂടി ഉള്ളിലേക്ക് വലിക്കുക, കുറച്ചുകൂടി 3D ഫീൽ കിട്ടിക്കോളും. കണ്ടോ, ഈ നോഡ് കുറച്ചുകൂടി ഉള്ളിലേക്ക് വലിക്കുക, അപ്പോൾ കുറച്ചുകൂടി 3D ഫീൽ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ആ 3D ഫീൽ കിട്ടി, നമുക്ക് സർക്കിൾ സ്ഫിയർ ഉള്ള അടിപൊളി സ്ഫിയർ കിട്ടി. ഓക്കെ, അവനൊന്നും ചെയ്യാവുന്നില്ല. ഇനി അവനെ മാറ്റി വെക്കുക. താഴെ കണ്ടു ഒരു ഷാഡോ, അതെങ്ങനെ ചെയ്യുക, വളരെ സിമ്പിൾ. നിങ്ങളൊരു എലിപ്സ് ഉണ്ടാക്കുക, എലിപ്സ് ടൂൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു എലിപ്സ് വരയ്ക്കുക. ഓക്കെ, ഇവനെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ, ഇവനെ നമുക്ക് ബേസിക്കലി വളരെ സിമ്പിളായിട്ട് റേഡിയൽ ഫില്ല് വരിക. ഓക്കെ, ഫില്ലിൽ വരിക, ലീനിയർ അല്ല റേഡിയൽ ഗ്രേഡിയൻ്റ് കൊടുക്കുക, ലീനിയർ അല്ല റേഡിയൽ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഉള്ള കളർ ഇവൻ്റെ കളർ ഇങ്ങനെ സെലക്ട് ചെയ്യുക. സാർ ഇവിടെ നിൽക്കണം ഇല്ല, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നടുക്കിൽ ഒരു ബ്ലാക്ക് കൊടുക്കുക, നടുക്കത്തെ നോഡ് നിൽക്കുന്നു, ബ്ലാക്ക് കൊടുക്കുന്നു, പുറത്തത്തെ നോഡ് കൊടുക്കുന്നു, ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ, റെഡി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവർ കുറച്ച് ബ്ലറൊക്കെ കൂട്ടണം. കുറച്ച് ബ്ലർ കൂട്ടിയാൽ മതി, പരിപാടി സിമ്പിൾ. ബ്ലർ കൂട്ടുക, ഷാഡോ ആയി. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാഡോ സൈസ് ഒരു ഫീൽ കുറയ്ക്കണമെങ്കിൽ ഒപ്പാസിറ്റി കുറയ്ക്കുക, എന്നിട്ട് ബ്ലർ കൂട്ടുക. കണ്ടോ, ഷാഡോ ആയില്ലേ, ഇത്രയുള്ള സംഭവം. ഓക്കെ, അത് നിങ്ങളും കൊടുത്താൽ ശരി, അത് അതിൻ്റെ താഴെ കൊണ്ടേ കൊടുക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുണ്ടോ, ഈ ഷാഡോ ഇപ്പം ഇതിൻ്റെ മേലെയാണ്. കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റും ഷാഡോ, നിങ്ങൾക്ക് ഷാഡോ നീക്കി കളിക്കാം. ഷാഡോ എപ്പോഴും ഇതിൻ്റെ താഴെയല്ലേ വരേണ്ടത്, സൂര്യൻ ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് ഷാഡോ വരണം. അപ്പോൾ ഇവനെ നിൽക്കുക, ഒബ്ജക്റ്റിൽ വരിക, ലോവർ ടു ബോട്ടം എന്ന് കൊടുക്കുക, ഏറ്റവും താഴെ. അപ്പം ഇനി ഇത് അറിയാണ്ട് പോലും നമ്മൾ മേലേക്ക് വരില്ല, എൻ്റെ താഴെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവരെപ്പോഴും ഒരുമിച്ചല്ലേ വരേണ്ടത്, അപ്പം ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ വെളിച്ചം നമുക്ക് ഇവിടുന്ന് വരുന്നതുകൊണ്ട് ഇവിടെ അല്ലേ അടിക്കുന്നത്, അപ്പോൾ ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഫിസിക്സ് ഉപയോഗിക്കാം അല്ലേ, കുറച്ച് ആർട്ടിസ്റ്റിക് സ്കിൽസ് ഉപയോഗിക്കാം. എന്താ ഇവിടെ ആയിരിക്കും ഏകദേശം ഷാഡോ വരിക. എൻ്റെ അമ്മ 3D എന്നിട്ട് ഗ്രൂപ്പ് കൊടുക്കുക. ഇതിനൊന്നും എക്സ്ട്രാ മാർക്സ് കിട്ടില്ല, പക്ഷേ അലൻ സാറിൻ്റെ ബുക്കിൽ എക്സ്ട്രാ മാർക്സ് കിട്ടും. ഇത് കിട്ടി. ഓക്കെ, ഷാഡോ കൊടുത്ത് ഇനി നമുക്ക് ആ ഒരു കോൺകേവ് പോലത്തെ ഷേപ്പ് ഉണ്ടാക്കണം അല്ലേ, കോൺവെക്സ് സ്ഫിയർ അല്ലേ, കോൺവെക്സ് നിങ്ങളുടെ മിറർ പോലത്തെ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനമാണ് പാത്ത് ഡിഫറൻസ്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഞാൻ സർക്കിൾ വരച്ചുതരാം. ഇതുകൊണ്ട് ശരിയായില്ലല്ലോ. ആട്ടെ, ഇവൻ്റെ കളർ ഇവിടെ കളർ വരാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫില്ലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഫില്ലിൽ കളർ ഒപ്പാസിറ്റി 100, ഫില്ല് സോളിഡ് ഒന്നും വർക്കാവുന്നില്ലല്ലോ. ഇപ്പം ശരി. ഇതിൽ നമ്മൾ ഇപ്പോൾ കളറൊക്കെ കൊടുത്തപ്പോൾ ശരി. ഇനി വട്ടം ഉണ്ടാക്കി നമ്മൾ ശരിക്കും വട്ടമാക്കണമെങ്കിൽ നമ്മൾ മറ്റേ ഷേപ്പ് നേരെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയാൽ, ഇങ്ങനെയല്ലേ ഷേപ്പ് ഏകദേശം അല്ല. അപ്പോൾ നമ്മളൊരു വട്ടം ഉണ്ടാക്കുക. അപ്പോൾ അത് ഞാൻ 100 വീതിയും 100 നീളം കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും വട്ടമെങ്കിൽ കിട്ടി. ഓക്കെ, അല്ല ഇത് ലോക്ക് ഒഴിവാക്കിയിട്ട് 100 കൊടുക്കണം, രണ്ടിടത്തും നല്ല മാച്ചാവും. ഓക്കെ, ഇനി ലോക്ക് കൊടുക്കുന്നു. ഓക്കെ, ലോക്ക് കൊടുത്തില്ല, ഇനി കുഴപ്പമില്ല, ഈ വട്ടം കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഇവൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഓക്കെ,
ഓക്കെ, ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, കൺട്രോൾ നിൽക്കുക, സൈഡിലേക്ക് നിൽക്കുന്നു. ഓക്കെ, ഇത് റെഡ്, ഇത് ഓക്കെ. രണ്ടിനും ആക്ച്വലി സ്ട്രോക്ക് ഒഴിവാക്കി രണ്ടിനും. ഓക്കെ, ഇവനെ ഇവിടെ മാറ്റി വെക്കുന്നു. ഇനി നിങ്ങൾ നോക്കുക, ഇവർ രണ്ടാളും കൂട്ടിമുട്ടുന്ന സ്ഥലമുണ്ടോ. എനിക്ക് ഈ രണ്ട് ഷേപ്പിന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ഒബ്ജക്റ്റിലല്ല ആക്ച്വലി പാത്തിൽ വരും. ഇത് കുറേ എക്സാമിന് തിയറിയും പ്രാക്ടിക്കലിലും വരുന്ന സാധനം. പാത്തിലേക്ക് വരുന്ന പാത്തിൽ നിങ്ങൾക്ക് യൂണിയൻ ചെയ്ത് ഇവർ രണ്ടാളും കൂടി ഒരു ഷേപ്പ് കണ്ടോ, രണ്ടാളും കൂടി ഒരു പുതിയ ഷേപ്പ് യൂണിയൻ ചെയ്ത് കമ്പൈനായി. ഓക്കെ, ഞാൻ കൺട്രോൾ സെറ്റ് ആക്കട്ടെ. ഇവർ രണ്ടാളും കൂടി ഞെക്കിയിട്ട് ഇവിടെ എന്തോ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ, ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇവർ രണ്ടാളും കൂടി ഞെക്കിയിട്ട് ഇതൊക്കെ പാത്തിൽ വന്നാൽ ഡിഫറൻസ് ഒരെണ്ണത്തിൽ നിന്ന് മറ്റേ, അപ്പം ഞാൻ ഇവനെ ആദ്യം സെലക്ട് ചെയ്തിട്ട് ഇവനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓർഡർ ഓർക്കണേ, ഡിഫറൻസ് ഞെക്കിയാൽ എന്താ ഉണ്ടോ, ആ ഒരെണ്ണത്തിൻ്റെ A-B എന്ന് പറയുന്നതല്ല അതായി. ഇനി ഇവനെ സെലക്ട് ചെയ്താലോ പാത്തിൽ വരുമ്പോൾ ഇവൻ മൈനസ് ആവും. ഓക്കെ, തിരിച്ചും വരും. ഓക്കെ, അത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ മതി. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടിയുള്ള സ്ഥലം, രണ്ടും കൂടി എന്ന് പറഞ്ഞാൽ നടുക്കിലുള്ള സ്ഥലം രണ്ടും കൂട്ടിമുട്ടുന്നില്ലേ, ആ ഭാഗം മാത്രമേ, അതാണ് എന്താണ് ഇൻ്റർസെക്ഷൻ. ഇത് ഈ ഷേപ്പല്ലേ വേണ്ടത്. അപ്പോൾ അത് പഠിച്ചു. പക്ഷെ എന്നാലും ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഈ രണ്ടാളിലേക്ക് ഇനി എന്താ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും ഇല്ലാത്ത സ്ഥലം മാത്രം, ഒരുമിച്ചില്ലാത്ത സ്ഥലം മാത്രം വെക്കാൻ പറയുന്നു. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അവരെ ബേസിക്കലി വേണ്ടത് ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷൻ കിട്ടി, ഈ ഷേപ്പ് കിട്ടി. ഇനി ആ ഷേപ്പിൻ്റെ കളർ എന്താ, ഒരു ഡാർക്ക് ബ്ലൂ ഇവനെ കൊടുക്കുന്നു. അതൊരു 4 എണ്ണം വേണം അല്ലേ. അപ്പോൾ 4 ഇവനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ഇവർ രണ്ടാൾ സെലക്ട് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, 4 എണ്ണമായി. ഓക്കെ, 4 എണ്ണം കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഒരു പോസ്റ്റർ ഉണ്ടാക്കുക, ഒരു വര വരയ്ക്കുക, 3D ബോൾ കഴിഞ്ഞു. സിമ്പിൾ, വേഗം ആയിക്കോട്ടെ. ഒരു പെട്ടി, റെക്റ്റാങ്കിൾ ടൂൾ 6 നിൽക്കുന്നു, ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കുന്നു. ആ പെട്ടിയിൽ ഞാനെന്താ ഇങ്ങനെ ഒരു കളർ കൊടുക്കുന്നു. ഈ കളറാണ് രസം, കുറച്ചുകൂടി ലൈറ്റ് ആക്കാം. കളർ കൊടുക്കുന്നു. ഇനി അതെല്ലാത്തിനും മേലെ ഉണ്ടെങ്കിൽ പേജ് ഡൗൺ കൊടുക്കുന്നു. ഓക്കെ, ഒന്നുകൂടി ഡൗൺ കൊടുക്കുന്നു, ഏറ്റവും താഴെ. ഓക്കെ, നമ്മുടെ വട്ടം വലുതായിക്കോ. വട്ടം നമുക്ക് കൺട്രോൾ നീക്കി വലുതാക്കാം. ഓക്കെ, വട്ടം ഇവിടെ ഇത് ഓരോ അറ്റത്തിൽ ഞാൻ കൊടുക്കുന്നു. ഈ ഒരറ്റം ഓക്കെ, ഈ ഒരറ്റം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലെഫ്റ്റ് അലൈനൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ പക്ഷേ അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യും. ഇവരെ നമുക്ക് രണ്ടാളെയും ലെഫ്റ്റ് അലൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരുമിച്ച് നീക്കാം. അപ്പോൾ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും. ഇവർ രണ്ടാളെ അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല, നിങ്ങളുടെ എക്സാമിന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് കിട്ടി. ഇനി നമുക്ക് 3D ബോൾ എന്ന് ടൈപ്പ് ചെയ്യണം. എനിക്ക് 3D ബോൾ. ഓക്കെ, അവൻ്റെ സൈസ് വേണം, ഇവിടുന്ന് പോയിൻ്റ് കൂട്ടാം. 56 പോയിൻ്റ് പോരാ. ഞാൻ അവനെ സെലക്ട് ചെയ്തിട്ട് വലുതാക്കാം കേട്ടോ. കൺട്രോൾ ഞെക്കിയിട്ട് 3D ബോൾ. ഓക്കെ, അത്രയും വലിപ്പം വേണ്ട. എന്നിട്ട് ബോൾഡാക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോളിൽ നിൽക്കുന്നു, ഒരു സെക്കൻഡ്, കൺട്രോളിൽ നീക്കി, എന്നിട്ട് ബോൾഡാക്കുന്നു. ബോൾഡ്. ഓക്കെ, കളർ മാറ്റണം. കളർ എന്താ, ഒരു ഡാർക്ക് ബ്ലൂ. ഏതാ, ഈ സെയിം ബ്ലൂ തന്നെ. ഓക്കെ, ഇനി ഇവനായിട്ട് സെൻറ്റർ ആക്കാം, കുറച്ച് മേലേക്ക് ആക്കാം. ഓക്കെ, ഇത് കിട്ടി. ഇവന് സെൻറ്റർ ആക്കിയാൽ ചെറുതായിട്ട് മാറും, കാരണം ഷാഡോ കുറച്ച് ചെരിഞ്ഞിട്ടായതുകൊണ്ട്. ആയിക്കോട്ടെ, ഇനി നമുക്കൊരു വര, ബെസിയർ കർവ്, ബീനൊക്കെ ബെസിയർ കർവ് വെട്ടി ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നു. ചെറുതായിട്ട് എന്തോ മാറിപ്പോയി. ആട്ടെ, ഇതന്നെയല്ലേ ബെസിയർ കർവ്. ഇപ്പം വേറെ എന്തൊരു ടൂള് പോലെ ഇരിക്കുകയാണ്. നോട്ടെ, ഇങ്ങനെ വരയായിട്ട് വരുന്നത്. ഇവനോ ബ്രഷ് സ്ട്രോക്സ് നമുക്ക് ഉപയോഗിച്ചാൽ അത് ചിലപ്പോൾ വരയ്ക്കും. ഇത് വെച്ച് ചെയ്ത് നോക്കാം. കാലിഗ്രാഫിക് ഇത് വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ പണി സിമ്പിൾ. കാലിഗ്രാഫിക് ബ്രഷ് സ്ട്രോക്ക് കഴിഞ്ഞു. കഴിഞ്ഞു. ഏകദേശം ഇങ്ങനെയൊക്കെ മതി. അത് ഇത്ര സംഭവത്തിലുള്ളൂ. ഓക്കെ, കുറച്ചുകൂടി വലിപ്പം കൂട്ടാം, ഇവിടെ വെക്കാം. കഴിഞ്ഞു. ഓക്കെ, ഇനി എല്ലാം കൂടി ഒന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി വലിപ്പമൊക്കെ കൂട്ടുക, ഗ്രൂപ്പ് ചെയ്യുക. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓരോ ടൂളും പഠിച്ചു, ഓരോ സംഭവം പഠിച്ചു. പിന്നെ എക്സ്പോർട്ട് ചെയ്യുക. ഫയൽ നീക്കുക, എക്സ്പോർട്ട് PNG കൊടുക്കുക. എൻ്റെ 4ാമത്തെ ദിവസം സെലക്ഷൻ എക്സ്പോർട്ട് ആസ്. നിങ്ങൾ എപ്പോഴും എക്സാം കഴിഞ്ഞിട്ട് പോയി ചെക്ക് ചെയ്യണം കേട്ടോ, നിങ്ങൾ ഇട്ടത് കറക്റ്റൊക്കെ ആണോന്ന്. 8086_ വീണ്ടും ഇത് സെർച്ച് ആയിപ്പോയി. ഇവിടെ 8086_4. ഇനി ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് ഇതിൻ്റെ SVG കൂടി സേവ് ചെയ്യുന്നു. ഓക്കെ, 8086_4. ടടാ. ഓക്കെ, അപ്പം എൻ്റെ എക്സാം ടൈമിൽ ഇതൊക്കെ ഉണ്ടെന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഈ 4 ടൂൾ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഗ്രേഡിയൻറ്റ്, സ്ഫെറിക്കൽ ഗ്രേഡിയൻറ്റ്, അല്ല നമ്മുടെ റേഡിയൽ ഗ്രേഡിയൻറ്റ്, ഇതും ഇവിടെ ഉണ്ട്. ഇവിടെ ലെയേഴ്സ്, ഈ ഷേപ്പുകൾ പഠിക്കാനും കട്ടും ഡിഫറൻസും പഠിക്കണം. ഇത് പോയി കാണുക. ഇനിയും അതിനെക്കാട്ടും കൂടുതൽ പഠിക്കണമെങ്കിൽ ഇത് പോയി കാണാം. ഓക്കെ, അതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇവനെ കൂടി പോയി കാണാം.
എവിടെ പോയതാ ഇയാളും കൂടി പോയി കാണാം. എല്ലാത്തിനും QR കോഡ് ഉണ്ട്, എല്ലാ ഈ ചാനലിലുണ്ട്. അപ്പോൾ അതോടെ നിങ്ങളുടെ SLC IT ചാപ്റ്റർ 1 നിങ്ങൾ ഫൈനൽ ആയിക്കോട്ടെ, മിഡ് ടേം ആയിക്കോട്ടെ, എപ്പോൾ വേണമെങ്കിൽ അതിനുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏത് വീഡിയോ വേണം ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. തിയറിക്കും ഇതിനാണ് ക്ലാസ് വേണ്ടതെന്ന് പറയാം. പിന്നെ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായതെന്നും കൂടി പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.